ഏതൊരു വിജയത്തിന്റെയും ഫൗണ്ടേഷൻ, അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കോൺഫിഡൻസ്. കോൺഫിഡൻസ് അതല്ലേ എല്ലാം. കോൺഫിഡൻസ്, ദ ഫൗണ്ടേഷൻ ഓഫ് എവരി സക്സസ്. ഏതൊരു വിജയത്തിന്റെയും അടിത്തറ കോൺഫിഡൻസ്. ഇത് ആദ്യം നമുക്ക് ഇതിനെക്കുറിച്ച് വളരെ ഡെപ്തിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇത് വന്നിരിക്കുന്നത് രണ്ട് ലാറ്റിൻ വേർഡുകളിൽ നിന്നാണ്. ഓക്കെ, രണ്ട് ലാറ്റിൻ വേർഡ്. ഒന്ന് കോൺ, കോൺ. രണ്ട് ഫൈഡ്, കോൺഫൈഡ്. കോൺ മീൻസ് വിത്ത്, വിത്ത്. ഫൈഡ് മീൻസ് ഫെയ്ത്ത്, വിശ്വാസം. ഫെയ്ഡ് മീൻസ് ഫെയ്ത്ത്, ട്രസ്റ്റ് ഓർ ബിലീഫ്. കോൺ വിത്ത്, ഫൈഡ് എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത്, ട്രസ്റ്റ് ഓർ ബിലീഫ്. കോൺഫിഡൻസ് ഈക്വൽസ് വിത്ത് കംപ്ലീറ്റ് ബിലീഫ് ഇൻ അവർ സെൽഫ്. എന്താണ് കോൺഫിഡൻസ് എന്ന വാക്കിന്റെ അർത്ഥം? വിത്ത് കംപ്ലീറ്റ് ബിലീഫ് ഇൻ അവർ സെൽഫ്. നമ്മൾക്ക് നമ്മളിലുള്ള പൂർണ്ണ വിശ്വാസം, അതിന്റെ പേരാണ് കോൺഫിഡൻസ്. ഒരാൾ പറയാണ്, ഐ എം കോൺഫിഡൻറ്റ് അബൌട്ട് ദിസ്. എന്താണ് അതിന്റെ അർത്ഥം? ഐ ബിലീവ് ഇൻ മൈസെൽഫ് റിഗാർഡിങ് ദിസ്. ഈ കാര്യത്തിൽ എനിക്ക് എന്നെ ഭയങ്കര വിശ്വാസമാണ്. മറ്റൊരാൾ പറയാണ്, ഐ എം നോട്ട് കോൺഫിഡൻറ്റ് അബൌട്ട് ദിസ്. എന്താണ് അതിന്റെ അർത്ഥം? ഐ ഡോണ്ട് ബിലീവ് ഇൻ മൈസെൽഫ് റിഗാർഡിങ് ദിസ്. എനിക്ക് ഈ കാര്യത്തിൽ എന്നെ വിശ്വാസമില്ല. ഒരാൾ വണ്ടി ഓടിക്കാൻ കയറിയിരിക്കുന്നു, ഐ എം കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ്. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം. എന്താ അയാൾ പറയുന്നത്? ഐ ബിലീവ് ഇൻ മൈ ഡ്രൈവിംഗ് സ്കിൽ. മറ്റൊരാൾ പറയാണ്, അയ്യോ എനിക്ക് ഐ എം നോട്ട് കോൺഫിഡൻറ്റ് അബൌട്ട് ദിസ്. എനിക്ക് ഡ്രൈവിംഗ് അത്ര കോൺഫിഡൻ്റ് അല്ല. വാട്ട് ഡസ് ദാറ്റ് മീൻ? ഐ ഡോണ്ട് ബിലീവ് ഇൻ മൈ ഡ്രൈവിംഗ് സ്കിൽ. എനിക്ക് എൻ്റെ ഡ്രൈവിങ്ങിൽ വിശ്വാസമില്ല. സോ എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് ഈ കോൺഫിഡൻസ്? ഇറ്റ് ഈസ് എ ബിലീഫ് ഇൻ യുവർ സെൽഫ്. നമുക്ക് നമ്മളിലുള്ള വിശ്വാസത്തിന്റെ പേരാണ് കോൺഫിഡൻസ്. ഇപ്പോ ഈ നിമിഷവും നമ്മുടെ മുന്നിൽ ഈ ഓപ്ഷൻ ഉണ്ട്. ഏത് സമയത്തും നമുക്ക് മുന്നിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഏത് സാഹചര്യത്തിലും രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ പൂർണ്ണ വിശ്വാസം കൊണ്ടുവരാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സംശയിക്കാം. നിങ്ങൾക്ക് നിങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എങ്കിൽ യു ഫീൽ കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് നിങ്ങളിൽ പൂർണ്ണ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കോൺഫിഡൻസിന്റെ കുറവ് ഫീൽ ചെയ്യും. കോൺഫിഡൻസിന്റെ കാര്യത്തിൽ നമ്മളുടെ ബ്രെയിനും ബോഡിയും തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണ്. ബ്രെയിൻ ആൻഡ് ബോഡി. ബ്രെയിനെയാണ് നമ്മൾ പലപ്പോഴും മൈൻഡ് എന്ന് വിളിക്കുന്നത്. വിച്ച് മീൻസ് നമ്മുടെ മൈൻഡും ബോഡിയും തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണ്. കോൺഫിഡൻസ് ബോഡിയും മൈൻഡും തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണ്. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു കോൺഫിഡൻസ് വന്നു എന്നിരിക്കട്ടെ, നിങ്ങൾ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? എന്നെ ഒന്ന് കാണിച്ച്. എങ്ങനെയാണ് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടൊന്ന് ഇരുന്ന് കാണിച്ച് തന്നെ? യെസ്, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നു, ചിൻ ചെറുതായിട്ടൊന്ന് പൊക്കി, താടി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊക്കി, ഒന്ന് നേരെ ഒന്ന് ഇരുന്നേ, ഒന്ന് ശരീരം ഒന്ന് പക്ക, നമ്മുടെ സ്പൈനൊക്കെ കറക്റ്റ് നേരെ, ബാക്ക് ബോൺ ഒക്കെ നേരെയാക്കി, ചിന്നൊന്ന് ചെറുതായിട്ടൊന്ന് പൊക്കിക്ക്, ഒത്തിരി അല്ല, ചെറുതായിട്ട്. ഇനി ഒരു ചെറിയൊരു സ്മൈൽ, ആറ്റിറ്റ്യൂഡ് ഇട്ടുള്ള സ്മൈൽ. ചെസ്റ്റ് ഓപ്പൺ, തോള് ചെറുതായിട്ടൊന്ന് രണ്ട് തോളും ഒന്ന് ചെസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത്. യെസ്, വാട്ട് യു ഫീൽ നൗ? ഇപ്പൊ എന്താണ് മനസ്സിൽ ഫീൽ ചെയ്യുന്നത്? എന്താ രാജേഷേട്ടാ? ഭയങ്കര എനർജി ഫീൽ ചെയ്യുന്നു, റൈറ്റ്? വിച്ച് മീൻസ് ബ്രെയിനും ബോഡിയും അല്ലെങ്കിൽ മൈൻഡും ബോഡിയും തമ്മിൽ ഒരു ബൈ ഡയറക്ഷണൽ കണക്ഷൻ ഉണ്ട്. ബൈ ഡയറക്ഷണൽ, അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് ബോഡിയിൽ
ഉണ്ടാകുന്ന മാറ്റം ബ്രെയിനിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബ്രെയിനിൽ ഉണ്ടാകുന്ന മാറ്റം ബോഡിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പം നേരെ ഇരുന്നു, ബോഡിയാണ് നേരെയാക്കിയത്. നിങ്ങൾ ചിൻ ഉയർത്തി, നിങ്ങൾ സ്മൈൽ ചെയ്തു, നിങ്ങൾ കണ്ണൊന്ന് വിടർത്തി, തോളൊന്ന് പുറകോട്ടൊന്നാക്കി. ഇത്രയും ചെയ്തപ്പോൾ എന്താണ്? നിങ്ങൾ ബോഡിയിലാണ് മാറ്റം വരുത്തിയത്. ബോഡിയിൽ മാറ്റം വരുത്തിയപ്പോ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ഫ്രഷ് ആയി. തോന്നിയോ? കറക്റ്റ്. ഇതുപോലെ തന്നെയാണ് ഈ ബൈ ഡയറക്ഷണൽ എന്ന് പറയാൻ കാരണം, അവിടെ ഒരു മാറ്റം ഉണ്ടായപ്പോൾ ഇവിടെ അറിഞ്ഞു, ഇവിടെ ഒരു മാറ്റം ഉണ്ടാവുമ്പോൾ അവിടെയും അറിയും. നിങ്ങൾ കോൺഫിഡൻറ്റോട് കൂടി ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്, ഓപ്പൺ മൈൻഡിൽ ചിന്തിക്കുകയാണ്. നല്ല തോട്ട്, കോൺഫിഡൻറ്റ് തോട്ടാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ബോഡി ഇങ്ങനെയാവും. നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരു തോട്ട് നമ്മുടെ മനസ്സിലേക്ക് വന്നു, നമ്മുടെ ബോഡി ഇതാ ഇങ്ങനെയാവും. നമുക്ക് ഭയപ്പെടുത്തുന്ന ഒരു തോട്ട് വന്നു, നമുക്ക് പേടി. എങ്ങനെ? ഒന്ന് പേടിച്ച എല്ലാവരും ഒന്ന് പേടിച്ച്. ഇപ്പൊ എന്താ? ഇതാ തോള് ചുളുക്കി, താടി അല്ലെങ്കിൽ തല കുനിച്ച് നമ്മൾ ക്ലോസ്ഡ് ആയി. മറ്റേ എങ്ങനെയായിരുന്നു? ഓപ്പൺ ആയിരുന്നു. മൈൻഡിൽ ഒരു ഭയം വന്നപ്പോ, കോൺഫിഡൻസ് കുറഞ്ഞപ്പോ അത് ശരീരത്തിലും നമുക്ക് കാണാൻ പറ്റി. മൈൻഡിൽ ഒരു പോസിറ്റീവ് തോട്ട് വന്നപ്പോ അതും ശരീരത്തിൽ കാണാൻ പറ്റി. അതുപോലെ തന്നെയാണ് ശരീരത്തിൽ ഒരു മാറ്റം വരുമ്പോൾ അത് മനസ്സിലും അതിന്റെ ഇമ്പാക്ട്. അതാണ് ബൈ ഡയറക്ഷനിലാണ് എന്ന് പറയുന്നത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു റിസർച്ചിൽ പറയുന്നത് 2 മിനിറ്റ് നിങ്ങൾ ഈ കോൺഫിഡൻസോട് കൂടി നിങ്ങളുടെ ബോഡി ഒരു 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 പോസിറ്റീവായിട്ടുള്ള ഒരു പോസ്റ്ററിലേക്ക് എത്തിച്ചാൽ, നിങ്ങളൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നാൽ, സ്ട്രെയിറ്റ് ആയിട്ട് നിന്നാൽ, നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ബോഡി ഒന്ന് ഉയർത്തി, ഈ ചിന്നൊന്ന് ഉയർത്തി, ചെറിയൊരു സ്മൈലും ഇട്ട് നെഞ്ച് വിരിച്ചൊന്ന് നിന്നാൽ, അവിടെ സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ബ്രെയിൻ്റെ അകത്ത് ഒരു ഡോമിനൻസ് ഹോർമോൺ ഉണ്ട്. ഡോമിനൻസ് ഹോർമോൺ ഇത് 20% വർദ്ധിക്കും എന്നാണ് പറയുന്നത്. 20% വർദ്ധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ 25% കുറയുകയും ചെയ്യും എന്നാണ് പറയുന്നത്. വെൻ യു സിറ്റ് സ്ട്രെയിറ്റ്, വെൻ യു ലുക്ക് കോൺഫിഡൻറ്റ്, നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് നടക്കുന്നത്, നമ്മുടെ സ്ട്രെസ് ഹോർമോൺ 25% കുറയുകയും അതുപോലെ തന്നെ നമ്മുടെ ഡോമിനൻസ്, നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ഹോർമോൺസ് 20% കൂടുകയും ചെയ്യും. ഈവൻ ബിഫോർ എ സിംഗിൾ വേർഡ് ഈസ് സ്പോക്കൺ. ഒരു വാക്ക് പറയുന്നതിന് മുന്നേ തന്നെ 2 മിനിറ്റ് കൊണ്ട് ആർക്കും അവരുടെ ബ്രെയിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു മാജിക്ക് കാണിക്കാൻ പറ്റും. ദ ബോഡി ഹാസ് ചേഞ്ച് ദ ബ്രെയിൻ ഇൻ ലെസ് ദാൻ 2 minutes. സോ സിറ്റ് അപ്രൈറ്റ്. ഒന്ന് നേരെ ഇരുന്നേ, സ്പൈനൊക്കെ ഒന്ന് നേരെയാക്കിക്കേ, ചെസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേ, ചിൻ ചെറുതായിട്ടൊന്ന് അപ്പ് ചെയ്തേ. അരഗൻ ലുക്ക് അല്ല, ചെറുതായിട്ട്, ചെറിയ. ഇനി ഷോൾഡേഴ്സ് ഒന്ന് ബാക്കിലേക്ക് ഒന്ന് പിടിച്ച്, സ്റ്റിഫായിട്ടല്ല, ഒന്ന് പവർഫുൾ ആയിട്ടൊന്ന് പിടിച്ച്. യെസ്. ഇനി ചെറിയൊരു ചിരി. എന്താ ഫീല്? എപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവ് തോന്നുന്നോ, എപ്പോൾ നിങ്ങൾക്ക് ഭയം തോന്നുന്നോ, ഈ ഒരു പോസ്റ്റർ എടുത്താൽ, that change of posture will change the state of mind. നിങ്ങളുടെ ആ നിമിഷത്തെ മാനസികാവസ്ഥയെ മാറ്റിമറിക്കാൻ ഈ ചേഞ്ച് ഓഫ് പോസ്റ്ററിന് സാധിക്കും. അപ്പോ എന്താണ് കോൺഫിഡൻസ്? നമ്മളുടെ കോൺഫിഡൻസ് നശിപ്പിക്കുന്ന ഒരു തോട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്നുള്ളതാണ്. അവരെന്ത് വിചാരിക്കും, അവരിതിനെ എങ്ങനെ കാണും? ശ്രദ്ധിച്ചു കേട്ടോണം. ഇതൊരു കാവ്യാത്മകമായിട്ടുള്ള കാര്യമല്ല. ദിസ് ഈസ് ദ റിയാലിറ്റി. ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ഹാപ്പനിങ് വിത്തിൻ യു. ശ്രദ്ധിച്ചു കേട്ടോണം. മറ്റുള്ളവർ അവരുടെ കണ്ണിൽ കൂടിയല്ല നമ്മളെ കാണുന്നത്. അവർ നമ്മളെ കാണുന്നത് നമ്മുടെ കണ്ണിൽ കൂടി തന്നെയാണ്. ഒന്നൂടെ, ഇപ്പം ഞാനിവിടെ നിൽക്കുന്നു, എന്നെ നിങ്ങൾ കാണുന്നുണ്ട്. എന്നെ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ കണ്ണിൽ കൂടിയല്ല. നിങ്ങളിപ്പോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കണ്ണിൽ കൂടിയാണ്. എനിക്ക് ഇപ്പോ എന്നിൽ കോൺഫിഡൻസ് ഇല്ല. എനിക്ക് ഇവിടെ ക്യാമറ ഓണാക്കി നിന്ന് പഠിപ്പിക്കാൻ ഭയമാണെങ്കിൽ ഞാൻ ഇങ്ങനെയായിരിക്കും നിൽക്കുന്നത്.
എനിക്ക് എന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇതാണ്. എനിക്ക് ഭയമാണ്, എനിക്ക് ഭയമാണ്. അപ്പൊ നിങ്ങൾ കാണുന്നത് ഇതാണ്. അതേസമയം എനിക്ക് എന്റെ കാര്യത്തിൽ ഭയങ്കര കോൺഫിഡന്റ് ആണ്. ഞാൻ നിൽക്കുന്നത് ഇങ്ങനെയാണ്. എങ്കിൽ നിങ്ങൾ കാണുന്നത് ഇതാണ്. ഞാൻ എന്നെക്കുറിച്ച് എന്ത് കാണുന്നോ അതാണ് നിങ്ങൾ കാണുന്നത്. സോ ചേഞ്ച് വാട്ട് യു സീ അബൌട്ട് യുവർ സെൽഫ്, ദെൻ എവരിബഡി വിൽ ചേഞ്ച് വാട്ട് ദേ സീ അബൌട്ട് യു. നിങ്ങൾ നിങ്ങളെ കാണുന്ന ആ കാഴ്ച ഒന്ന് മാറ്റിയാൽ മതി, മറ്റുള്ളവരുടെ കണ്ണിലെ കാഴ്ച തനിയെ മാറിക്കും. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്തപ്പോ, നിങ്ങൾക്ക് സെൽഫ് ബിലീഫ് ഇല്ലാത്തപ്പോ, നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണ്. ഒരു വാക്ക് നിങ്ങളുടെ അടുത്ത് പറയുന്നതിന് മുന്നേ തന്നെ അവരോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഡോണ്ട് ബിലീവ് ഇൻ മീ, എന്നെ വിശ്വസിക്കരുത് എന്ന്. നിങ്ങൾ ഒരു വാക്ക് പറയുന്നതിന് മുന്നേ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റും നിങ്ങളെ വിശ്വസിക്കണോ വേണ്ടയോ എന്ന്. നിങ്ങളുടെ സ്റ്റാഫിന്റെ അടുത്ത്, നിങ്ങളുടെ കസ്റ്റമറുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് ആക്ച്വലി എ റിഫ്ലക്ഷൻ. നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസത്തിന്റെ റിഫ്ലക്ഷനാണ് അവരവിടെ കാണിക്കുന്നത്. എനിക്ക് എന്നിൽ ഉണ്ടെങ്കിൽ അത് എൻ്റെ കണ്ണിൽ കൂടി അവർക്ക് കാണാൻ പറ്റും. ഒരു എനർജി എൻ്റെ മുന്നിൽ നിൽക്കുന്നവർക്ക് അവരുടെ ബ്രെയിനിന് പെട്ടെന്ന് അത് സെൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് എനിക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിലും എൻ്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യർക്ക് പെട്ടെന്ന് അവന്റെ ബ്രെയിന് ആ സിഗ്നൽ കിട്ടും. ഞാൻ എന്നിൽ കോൺഫിഡൻസ് ഇല്ലാതെ, എൻ്റെ പ്രൊഡക്റ്റിൽ എനിക്ക് വിശ്വാസം ഇല്ലാതെ, എൻ്റെ കമ്പനിയിൽ എനിക്ക് വിശ്വാസം ഇല്ലാതെയാണ് ഞാനത് നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രോസ്പെക്ട്സിന് പെട്ടെന്ന് മനസ്സിലാവും. ആ ബ്രെയിനിന്റെ അകത്തുനിന്ന് അവർക്ക് സിഗ്നൽ കിട്ടും. അവർ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആകേണ്ട കാര്യമൊന്നുമില്ല. എന്തോ പ്രശ്നമുണ്ടല്ലോ, അപ്പൊ അവർ പറയും ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്, ഞാനൊന്ന് ആലോചിക്കട്ടെ. അത് നിങ്ങളെ കാണണമെന്നൊന്നുമില്ല. നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്ന നിങ്ങളുടെ ടോൺ കേട്ടാൽ മതി, അവർക്കറിയാം നിങ്ങൾ കോൺഫിഡന്റ് ആണോ അല്ലയോ എന്ന്. ഒരേ കസ്റ്റമർ ഒരു ഓഫീസിലേക്ക് വിളിക്കുന്നു, ആ ഫോൺ എടുക്കുന്ന ആള് മാറിയാൽ ആ കസ്റ്റമർ എടുക്കുന്ന തീരുമാനം മാറും. ആ ഫോൺ എടുക്കുന്ന ആളിന് അവനിൽ എത്രത്തോളം വിശ്വാസം ഉണ്ടോ, കോൺഫിഡൻസ് ഉണ്ടോ, സെൽഫ് ബിലീഫ് ഉണ്ടോ, അതായിരിക്കും മറുതലയ്ക്കൽ നിന്ന് വരുന്ന റിഫ്ലക്ഷൻ. അതാണ് നെപ്പോളിയൻ ഹിൽ പറഞ്ഞത്, വാട്ട് എവർ യുവർ മൈൻഡ് ക്യാൻ കൺസീവ് ആൻഡ് ബിലീവ് ഇറ്റ് ക്യാൻ അച്ചീവ്. നിങ്ങളുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് നേടാൻ പറ്റും എന്നാണ് നെപ്പോളിയൻ ഹിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ആ കീ വേർഡ് ഇതാണ്, ബിലീവ്. ബിലീവ്, വിശ്വാസം. നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം, നിങ്ങളുടെ മനസ്സിന് എന്തൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അതിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അത് യാഥാർത്ഥ്യമായി മാറും. ബിലീവിങ്, വെരി 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 ഇമ്പോർട്ടൻറ്റ് വേർഡ് ഇൻ അവർ ലൈഫ്. ബിലീവിങ്, ബിലീവിങ്. എഴുതിക്കേ, ബി ലീവ് ഇൻ. യു വിൽ ബി ലിവിങ്, യു വിൽ ബി ലിവിങ് വാട്ട് എവർ യു ആർ ബിലീവിങ്. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ ജീവിതം. ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ ലൈ. ദാ നോക്കിക്കേ, ഇതിൻ്റെ അകത്തൊരു കാര്യം കൂടെ ഉണ്ട്. എന്ത്? ലൈ. ലൈ അതൊരു കള്ളമാണെങ്കിൽ പോലും നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് നിങ്ങൾ ആ രീതിയിൽ ജീവിക്കും. ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്നവർ വിശ്വസിക്കുകയാണ്, ഇപ്പം ലെറ്റ്സ് സേ രാജേഷേട്ടൻ വിശ്വസിക്കുകയാണ്, ഇന്ന് രാജേഷേട്ടന് കുറച്ച് സ്ട്രഗിളൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെന്നിരിക്കട്ടെ. നിങ്ങളൊരു കള്ളം വിശ്വസിക്കുകയാണ്. എന്താണ് ആ കള്ളം? ഫ്യൂച്ചറിൽ ഐ വിൽ ബി എ മില്യനെയർ. ഈ കള്ളം എന്ന് പറയുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഞാൻ ഭാവിയിൽ ഒരു കോടീശ്വരനാകും എന്നുള്ളത് ഇറ്റ്സ് എ ലൈ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് ഒരു റിയാലിറ്റിയേ അല്ല. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടേ ഇല്ല. ഇറ്റ് ഈസ് വാട്ട് യു ബിലീവ്. നിങ്ങൾ ഇന്ന് എന്തൊക്കെയാണോ അതൊക്കെ എന്നോ നിങ്ങൾ നിങ്ങളോട് പറഞ്ഞ ഒരു കഥയാണ്. നിങ്ങൾ നിങ്ങളോട് പറഞ്ഞ ഒരു കഥയാണ് ഇന്നത്തെ നിങ്ങളുടെ ജീവിതം. അത് ചിലർക്ക് നല്ല ലൈഫാണ്. കാരണം ആ സമയത്ത് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞത്
എന്റെ ലൈഫ് അടിപൊളിയായിരിക്കും, ഞാൻ ഇങ്ങനെയായിരിക്കും, ഞാൻ എൻ്റെ 40-ാമത്തെ വയസ്സിൽ, ഞാൻ എൻ്റെ 50-ാമത്തെ വയസ്സിൽ, ഞാൻ എൻ്റെ 2025 ഇങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞു. നിങ്ങളുടെ മൈൻഡ് അത് വിശ്വസിച്ചു, നിങ്ങളെ ഇങ്ങനെയാക്കി. ചിലര് പറഞ്ഞു ഒരിക്കലും ഞാൻ രക്ഷപ്പെടത്തില്ല. ഓ ഇല്ല ഇല്ല ഇല്ല, നമുക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, നമ്മൾ വലിയ കാശൊന്നും ഇല്ലാത്തവരാ, നമ്മളെ കൊണ്ട് ഇതൊന്നും നടക്കത്തില്ല. ചിലർ അങ്ങനെ പറഞ്ഞു. ഇന്ന് നിങ്ങൾ അങ്ങനെയാണ്. സോ every future that you will live was first a story you told yourself. നിങ്ങൾ നിങ്ങളോട് പറഞ്ഞ ഒരു കഥയാണ് ഇന്നത്തെ നിങ്ങളുടെ ജീവിതം. നിങ്ങൾ നിങ്ങളോട് പറയുന്ന ഒരു കഥയാണ് നിങ്ങളുടെ ഭാവിയും. അതേത് കഥ വേണം എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം. യു ഹാവ് ടു ചൂസ് ഡെലിബറേറ്റ്ലി. നിങ്ങൾ വിശ്വസിച്ച ആ സ്റ്റോറിയാണ് ഇന്നത്തെ നിങ്ങളുടെ വരുമാനം, ഇൻകം. നിങ്ങൾ വിശ്വസിച്ച ആ കഥയിലെ കേപ്പബിലിറ്റിയാണ് ഇന്ന് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ വിശ്വസിച്ച കഥയിലെ ആ നെറ്റ്വർത്താണ് ഇന്ന് നിങ്ങൾക്കുള്ളത്, ആകെ സമ്പാദ്യം. നിങ്ങൾ വിശ്വസിച്ച ആ കഥയിലെ പൊട്ടൻഷ്യലാണ് ഇന്ന് നിങ്ങൾക്കുള്ളത്. ആൻഡ് യു ബിക്കം ദ ലൈഫ് യു ലിവ്ഡ്. യുവർ സ്റ്റോറി ബിക്കം യുവർ ലൈഫ്. സോ എന്താണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള കഥ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. നമ്മളെ കൊണ്ട് അതിനൊന്നും സാധിക്കത്തില്ലെന്നാണോ? ഐ വിൽ ഡു ഇറ്റ് എന്നാണോ? സോ നമ്മുടെ ഫ്യൂച്ചർ എന്ത് വേണം എന്നത് ഒരു സ്റ്റോറിയാക്കി അത് ഡെലിബറേറ്റ്ലി പ്രിപ്പയർ, ബോധപൂർവം അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റോറി പ്രിപ്പയർ ചെയ്തിട്ട് യു ഷുഡ് ബിലീവ് ഇറ്റ് കംപ്ലീറ്റ്ലി ആൻഡ് ജസ്റ്റ് വാച്ച് ദാറ്റ് ലൈ ബിക്കം ട്രൂത്ത്. ആ ഒരു കള്ളം, ഇപ്പൊ പറയുന്നത് കള്ളമാണ്, ഇപ്പൊ പറയുന്നതിന് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബട്ട് ജസ്റ്റ് make that story, believe it, and you can watch that lie become real. ആ കള്ളം റിയലിസ്റ്റിക് ആയി മാറുന്നത് നിങ്ങൾക്ക് കണ്ണിൽ കാണാൻ പറ്റും. ഇന്നലെ നമ്മുടെ കിങ്സ് ക്ലബിൽ ഒരു പോൾ ഇട്ടു. അതിൻ്റെ അകത്ത് ഒരു ചലഞ്ച്, 90 days 1 CR ചലഞ്ച്. അതിൻ്റെ അകത്ത് 8 പേരാണ് വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഐ ആം അഫ്രൈഡ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഐ എം നോട്ട് കോൺഫിഡൻറ്റ്, എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് 8 പേര് ഇന്നലെ കിങ്സ് ക്ലബിൽ പറഞ്ഞിരിക്കുന്നു. അവരെന്താണ് എഴുതി വെച്ചിരിക്കുന്ന സ്റ്റോറി? എന്നെ കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മറ്റുള്ള 210 പേരെന്താണ് അതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്? ഐ ക്യാൻ ഡു ഇറ്റ്. ഇത് രണ്ടും കള്ളോ, ഇത് രണ്ടും നടന്നിട്ടില്ല, ഇത് രണ്ടും റിയാലിറ്റി അല്ല. പക്ഷെ ഒരു ടീം എഴുതി വെച്ചിരിക്കുന്ന സ്റ്റോറി ഐ ക്യാൻ ഡു ഇറ്റ്. ഇന്നലെ അവർ പറഞ്ഞപ്പോ അവരെങ്ങനെയാണ് ഇരുന്നത്? അവരെന്താണ് പറഞ്ഞത്? അവരുടെ ബോഡി ലാംഗ്വേജ് അപ്പൊ എന്തായിരുന്നു? എന്തുകൊണ്ടാണ് അവർ അതിൻ്റെ അകത്ത് വന്നിട്ട് ഐ ആം എ ഹൈ ടിക്കറ്റ് ക്ലോസർ എന്ന് ആ രാത്രിയിലും ഉറക്കെ വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരൊറ്റ സ്റ്റോറി മേഡ് ദം കോൺഫിഡന്റ്. അതേസമയം അതിന് താഴെ എനിക്ക് ഭയമാണ്, പേടിയാണ് എന്ന് എഴുതിയിരുന്നവർ ഇന്നലെ എങ്ങനെയായിരിക്കും അതേ ഞെക്കിയിട്ടിരുന്നത്? അവരിങ്ങനെയായിരിക്കും ഇരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ സ്റ്റോറി ദേ ഹാവ് മെയ്ഡ് ഫോർ ദംസെൽഫ്. സോ 1 കോടി രൂപ ഉണ്ടാക്കാൻ പറ്റും എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അത് വരും. എന്നെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അതും ശരിയാണ്. ബോത്ത് ആർ ട്രൂ. സോ നിങ്ങൾക്കുണ്ടാകും എന്ന് കരുതുന്ന ഫ്യൂച്ചറും നിങ്ങൾക്കിനി ഉണ്ടാവില്ല എന്ന് നിങ്ങൾ കരുതുന്ന ഫ്യൂച്ചറും രണ്ടും ശരിയാണ്. കാരണം യു മെയ്ഡ് ഇറ്റ്. നിങ്ങളാണത് സൃഷ്ടിച്ചത്, വേറെ ആരുമല്ല, വേറെ ആരുമല്ല. ഏതൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുവോ അതാദ്യം നിങ്ങളുടെ മനസ്സിൽ അത് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രതിഫലനമാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങൾ കുറിച്ചിട്ടിരുന്ന ആ കഥയാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ജീവിതം. എനി ഫ്യൂച്ചർ. സോ ഡെലിബറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആ സ്റ്റോറി തിരഞ്ഞെടുക്കുക. കാരണം ബോത്ത് ആർ സ്റ്റോറീസ്. ഇത് രണ്ടിന്റെ പ്രത്യേകത എന്താ? ഇതുവരെ ഇത് രണ്ടും നടന്നിട്ടില്ല. ഇത് രണ്ടും നിലവിൽ ഇറ്റ് ഈസ് നോട്ട് എ ഫാക്ട്.
സോ അതുകൊണ്ടാണ് ഈ ബിലീവിങ്ങിന്റെ അകത്ത് ഒരു ലൈയും കൂടെ വന്നിരിക്കുന്നത്. ഈ കള്ളം നിങ്ങൾ വിശ്വസിച്ചാൽ പിന്നീട് നിങ്ങൾ അതിൽ ജീവിക്കും. ആ കള്ളം എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഈ ബിലീവിങ്ങിന്റെ അകത്ത് ഒരു ലൈ ഉണ്ട്. ആ കള്ളം ഇന്ന് നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നോ അതിൽ നാളെ നിങ്ങൾ ജീവിക്കും. അതാണ് ഈ വേർഡിന്റെ അർത്ഥം, ബിലീവിങ്. അത് ഭയങ്കര സക്സസ് ആകുമെന്ന കള്ളം നിങ്ങൾ വിശ്വസിച്ചാൽ യു വിൽ ബി ലിവിങ് ഇൻ ദാറ്റ്. വിൽ ബി ലിവിങ് ഇൻ ദാറ്റ്. സോ ഇതിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഏതോ അത് റിയാലിറ്റി ആയി മാറും. കാരണം നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ബിഹേവിയറായി മാറും, നിങ്ങളുടെ സ്വഭാവമായി മാറും. ആ സ്വഭാവമാണ് നിങ്ങളുടെ റിസൾട്ട് തീരുമാനിക്കുന്നത്. എന്താണ്? ബിലീഫ് വിൽ കൺവേർട്ട് ഇറ്റ് ഇൻ ടു ബിഹേവിയർ. ബിലീഫ് എവിടെയാണ് കളിക്കാൻ പോകുന്നത്? നമ്മുടെ സ്വഭാവത്തിൽ അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. നമ്മൾ പഴയ ആളേ അല്ല, നമ്മൾ കംപ്ലീറ്റ്ലി മാറും. അങ്ങനെ മാറുമ്പോൾ ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ യുവർ ഔട്ട്കം. റിസൾട്ട് അതനുസരിച്ച് മാറും. അത് ഒരു പക്ഷേങ്കിൽ ഈ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു പക്ഷേങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്വപ്ന തുല്യമായ ജീവിതമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും കിട്ടുന്ന ആ ഒരു ലിമിറ്റേഷൻസിന്റെ ഒരു ബൗണ്ടറി ആയിരിക്കാം. ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം. രണ്ടായാലും കള്ളമാണ്, എന്നാ പിന്നെ നല്ലത് കണ്ടുകൂടെ? രണ്ടും റിയാലിറ്റി അല്ല. ഞാൻ ബില്യണയർ ആകും എന്ന് വിശ്വസിച്ച് നടക്കുകയാണ് ഞാൻ. ഇറ്റ്സ് എ ലൈ. ബട്ട് അത് കാരണം എനിക്ക് എവിടെ ബില്യണയറെ കണ്ടാലും, എവിടെ ബില്യണയറുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബുക്ക് കണ്ടാലും, കോഴ്സ് കണ്ടാലും, വീഡിയോ കണ്ടാലും ഞാനത് കയറി മേടിക്കും, ഞാനത് കാണും, ഞാൻ അതിനെക്കുറിച്ച് പഠിക്കും. കാരണം എൻ്റെ ബിഹേവിയറായി മാറി ഏത്? ബില്യണയർ. ചിലർക്ക് അതൊരു ലിമിറ്റേഷൻ ആയിരിക്കും. അവര് ആ ലിമിറ്റേഷൻ ആയതുകൊണ്ട് തന്നെ അവരുടെ ബിഹേവിയർ അങ്ങനെയായിരിക്കും. അതുകൊണ്ട് ഇതൊന്നും നമുക്ക് പറ്റുന്നതല്ല. നമ്മൾ കാശില്ലാത്ത വീട്ടിലാണ് ജനിച്ചത്. ഇറ്റ് ഈസ് നോട്ട് യുവർ ഫോൾട്ട്. കാശില്ലാത്തവനായി ജനിച്ചു എന്നുള്ളത് നമ്മുടെ തെറ്റല്ല. നമ്മൾ അറിഞ്ഞു പോലുമില്ല എവിടെയാ വന്ന് പിറന്നു വീണത്. പക്ഷെ കാശില്ലാത്തവനായി മരിക്കാൻ പാടില്ല. അത് നമ്മൾ തീരുമാനിക്കും. സോ ഇവിടെ ഈ പോസിറ്റീവ് ബിലീഫ് ഉണ്ടായാൽ മാത്രം പോരാ, അതിന് കോൺഗ്രുവന്റ് ആയിട്ടുള്ള, അതിനെ പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള ആക്ഷനും കൂടെ എടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഈ മോട്ടിവേഷണൽ ട്രെയിനർമാർ പറയുന്ന പോലെ വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ കോടീശ്വരനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, പണിക്ക് പോകത്തില്ല. അതുകൊണ്ട് നമ്മളുടെ വിശ്വാസവും നമ്മളുടെ പ്രവൃത്തിയും അത് പൊരുത്തപ്പെടണം, കോൺഗ്രുവന്റ് ആയിരിക്കണം. ഈ ഫ്യൂച്ചറിനെ കുറിച്ച്, ഭാവിയെ കുറിച്ച് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു കേട്ടണം. നമ്മുടെ ബ്രെയിൻ ശരിക്കും ഒരു പൊട്ടനാ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഇങ്ങനെ സെൽഫ് തോട്ട് ആയിക്കോട്ടെ, മറ്റുള്ളവരോട് പറയുന്നതായിക്കോട്ടെ, ഇത് ഓരോ തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യും തോറും നമ്മളുടെ ഉള്ളിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ന്യൂറോ പാത്ത്. ഒരു ന്യൂറൽ പാത്ത് നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് ഒരു വഴി വെട്ടുന്നു എന്ന് തീരുമാനിച്ചാൽ അങ്ങനെ ഓർത്താൽ മതി. ഓരോ തവണയും നിങ്ങൾ എന്നെ കൊണ്ട് സാധിക്കും എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ന്യൂറോപാത്ത് ഉണ്ട്. എനിക്കിതൊന്നും പറ്റില്ല, എന്നെ കൊണ്ട് ഇതൊന്നും നടക്കത്തില്ല, എനിക്ക് അങ്ങനെയുള്ള കുറവുണ്ട്, എനിക്ക് ലാംഗ്വേജ് അറിയത്തില്ല, എനിക്ക് പോരായ്മയുണ്ട്, ഞാനൊരു പെണ്ണാണ്, ഞാനൊരു അമ്മയാണ്, ഞാൻ വീട്ടമ്മയാണ്, ഞാൻ അതാണ്, ഞാൻ ഇതാണ്, എനിക്ക് പ്രായമായി, എനിക്ക് അത്രയും പ്രായമായില്ല, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, എനിക്ക് എബിലിറ്റി ഇല്ല. നിങ്ങൾ എന്താണോ പറയുന്നത് ഇത് നിങ്ങളുടെ ബ്രെയിൻ്റെ അകത്ത് ഒരു വഴി വെട്ടുന്നുണ്ട്. ഓരോ തവണ നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്യും തോറും ഈ വഴി കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആയി വരും, സ്ട്രെങ്തൻ ചെയ്യും. അതവിടെ അങ്ങ് സ്ഥിരമായിട്ടങ്ങ് മാറും. ആ പാത്ത് സ്ട്രോങ് ആയാൽ ഇത് വിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് തോട്ട്സ്. വെറുതെ ഇരിക്കുമ്പോൾ പോലും, ഉറക്കത്തിൽ പോലും ഈ പാത്താണ്, ഈ ന്യൂറോ പാത്താണ് നമ്മളുടെ ഉള്ളിൽ ചിന്തകൾ സൃഷ്ടിക്കുന്നത്.
നിങ്ങൾ അതുകൊണ്ട് എന്നെ കൊണ്ട് സാധിക്കില്ല എനിക്ക് പറ്റത്തില്ല എനിക്ക് അതിനുള്ള കഴിവൊന്നും, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ബ്രെയിൻ്റെ അകത്ത് നിങ്ങൾ എത്രയൊക്കെ പഠിച്ചിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ എത്രയും നാളും വർഷങ്ങളായിട്ട് നിങ്ങളോട് നിങ്ങൾ പറഞ്ഞ് ആ ന്യൂറോപാത്ത് അത്രയും സ്ട്രോങ് ആയിരിക്കുക. ഞാൻ കുറെ നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആ വെട്ടിയിട്ടിരിക്കുന്ന വഴി അത് പൊളിച്ചു കളയാനാണ്. എന്നിട്ട് വേറൊരു പാത്ത് അവിടെ ഉണ്ടാക്കണം. അതിനാണ് നമ്മൾ ഈ റിപ്പീറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. നിങ്ങൾ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് റിപ്പീറ്റ് ചെയ്താൽ അതുണ്ടാക്കുന്ന ഒരു പാത്തുണ്ട്, എന്നെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന മറ്റൊരു പാത്തുണ്ട്. ഈ രണ്ട് വഴി കൂടിയും വരുന്ന തോട്ട് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഓട്ടോമാറ്റിക് തോട്ട് എന്നാണ് പറയുന്നത്. ആ മറ്റേത് നമ്മൾ പർപ്പസ്ഫുള്ളി പറയുന്നതാണ്, ഡെലിബറേറ്റ്ലി പറയുന്നതാണ്. ഇതല്ല. ഇത് ആ റൂട്ട് സ്ട്രോങ് ആയി കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് ഒരു തോട്ട് വരും. അത് നമ്മളുടെ ബിലീഫ് സിസ്റ്റമായി മാറും. അവിടെ പിന്നെ ഒരു ചോയ്സ് ഇല്ല. നിങ്ങൾ ഒരു കാര്യം നെഗറ്റീവായിട്ട് റിപ്പീറ്റ് ഇന്നത്തെ സെഷന്റെ ഒരു കാര്യം, ഈ സെഷന്റെ അവസാന വാക്ക് തീരുന്നിടം വരെ ഒരെണ്ണം ഇവിടുന്ന് പോയേക്കരുത്, ഒരാളും ഇവിടുന്ന് പോയേക്കരുത്. ഓക്കെ, എല്ലാവരും വീഡിയോ ഓൺ ആക്കിയിരുന്നോണം. അതിനുള്ള കോൺഫിഡൻസ് കാണിക്കണം എല്ലാവരും. ഫിറോസ്, ജിജി, എല്ലാവരും വീഡിയോ ഓൺ ആക്കിയിരുന്നു. ഒരെണ്ണത്തിനെ ഞാൻ കാണരുത് വീഡിയോ ഇല്ലാതെ. സോ നിങ്ങളോട് പറയുന്ന, റിപ്പീറ്റ് ചെയ്യുന്ന അത് എന്തുമായിക്കോട്ടെ, അത് നിങ്ങളുടെ ബ്രെയിൻ അങ്ങ് വിശ്വസിക്കും. എന്നിട്ട് അവിടെ ഒരു ന്യൂറോപാത്ത് ഉണ്ടാകും. ഓരോ തവണ നിങ്ങൾ അത് റിപ്പീറ്റ് ചെയ്യും തോറും ആ വഴി അവിടെ അങ്ങ് സ്ട്രോങ് ആവും. അത് സ്ട്രോങ് ആകും തോറും ഇവിടെ ആ വഴിയിൽ നിന്ന്, ആ പാത്തിൽ നിന്ന് ഓട്ടോമാറ്റിക് തോട്ടുകൾ വരാൻ തുടങ്ങും. ഇതൊക്കെയാണ് നമ്മളുടെ ഉറക്കത്തിൽ പോലും നമ്മളിൽ ഉണ്ടാകുന്ന തോട്ട്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ തോട്ട് എവിടെ നിന്നാ വരുന്നതെന്ന് മനസ്സിലായോ? നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വിശ്വസിക്കുന്നത് എന്തോ അത് നിങ്ങൾക്ക് ഇങ്ങനെ അവിടെ. എനിക്കിപ്പം പട്ടിയെ ഭയങ്കര പേടിയാണ്, ഭയങ്കര ഭയമാണ്. ഇതെന്റെ ന്യൂറോപാത്തിൽ ഇതിങ്ങനെ. ഇനി ഒരു വീട്ടിൽ ചെന്ന് ഭയങ്കര സ്നേഹമുള്ള ഒരെണ്ണത്തിനെ കണ്ടാലും എന്റെ ബ്രെയിൻ്റെ അകത്തുനിന്ന് വരുന്നത് എന്താ? അയ്യോ വേണ്ട 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 വേണ്ട, മാറ്റ്. കുഞ്ഞൂട്ടൻ ഭയങ്കര പുലിയാ വീട്ടിൽ. എന്തടാ പപ്പു നീ ഇങ്ങനെയൊക്കെ മൂത്തവന്റെ അടുത്ത് നീ എന്തിനാടാ ഇങ്ങനെ പേടിക്കുന്നത്? അപ്പൊ പപ്പു ഒരു ദിവസം ഇങ്ങനെ ഇത് വരുവാണ്, സ്കൂളിൽ നിന്ന് വന്നിട്ട് പറയാണ്, അച്ഛനൊന്ന് നാളെ സ്കൂളിൽ വരണം, അവന്മാരൊന്ന് വന്ന് പ്രശ്നം ഉണ്ടാക്കി എന്നെ പിടിച്ച് തള്ളി. അപ്പൊ നീ എന്താടാ KG2 വരാനാ? ഞാനില്ലായിരുന്നു അവിടെ. ഏതാ മറ്റവൻ 6ാം ക്ലാസ്സിലെ, ഇവൻ KG2. അവ പറയാം, നീ അങ്ങോട്ട് വരാൻ എന്താടാ, ഞാനില്ലയോടാ അവിടെ. ഈ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുമ്പോ അതിലേക്കൂടെ ഒരു പാറ്റ പോയാൽ മതി, ഇതാളുടെ കട അച്ഛൻ പറഞ്ഞിട്ട് ഓടി വന്ന് തോളേക്ക്. ഒരാളുടെ ബ്രെയിനിൽ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് പാറ്റ ഭയങ്കര ഉപദ്രവമാണ്, ഭയങ്കര പേടിയാണ്. അതേ വീട്ടിൽ അതേ അച്ഛന്റെ അമ്മയുടെ മകനായി ജനിച്ച മറ്റൊരുത്തന് അതൊരു പ്രശ്നമേ അല്ല, അവനെടുത്ത് ഇങ്ങനെ കൊണ്ട് കിടക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ തോട്ട്, ഈ ബിലീഫ്, ഇതിങ്ങനെ പാറ്റ പേടിയാണെന്ന് പറയും തോറും അവന്റെ ഭയം കൂടും. അവന്റെ തോട്ടിൽ അതൊരു ന്യൂറോപാത്തായിട്ട് അവന്റെ ബ്രെയിനിൽ മാറും. പിന്നെ അത് മാറില്ല. സോ നിങ്ങളോട് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും, യുവർ സെൽഫ് തോട്ട്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്ന കാര്യങ്ങൾ, ദയവ് ചെയ്ത് നെഗറ്റീവ് അടിക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതം വെച്ച് നെഗറ്റീവ് പറയാതിരിക്കുക. കാരണം നിങ്ങളുടെ ബ്രെയിൻ ഇത് കേൾക്കുന്നുണ്ട്. വേറെ ആരും കേൾക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഒരുത്തൻ ഇരിപ്പുണ്ട്. അവിടെ ഈ റിപ്പീറ്റേഷൻ ഇങ്ങനെ വരും തോറും അത് സ്ട്രോങ് ആവും. നിങ്ങൾ ഇപ്പം നമ്മളിങ്ങനെ തമാശക്കൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് നിങ്ങളെ വേണ്ട, അല്ലെങ്കിലും എനിക്ക് നിങ്ങളെ വേണ്ട. ഇതിങ്ങനെ വന്ന് ഇത് ആദ്യത്തെ തവണ പറയുമ്പം ഒരു പാത്ത് വെട്ടിയിടും. ഇത് റിപ്പീറ്റഡ് ആയിട്ട് പറയും തോറും ഈ പാത്ത് അങ്ങ് സ്ട്രോങ് ആവും. സ്ട്രോങ് ആയിട്ട് നമ്മൾ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് പോലും ഈ പാത്തിൽ നിന്നൊരു തോട്ട് വരും, അല്ലേലും അവനെ വേണ്ട നമുക്ക്, അല്ലെ അവളെ വേണ്ട നമുക്ക്. മനസ്സിലാവുന്നുണ്ടോ എത്രത്തോളം ഡേഞ്ചറസ് ആണ് എന്ന്? ഈ ഓരോ സമയത്തെ തോട്ടും നമ്മുടെ ഉള്ളിൽ അത്രയും ഡേഞ്ചറസ് ആയിട്ട് മാറും. സോ നമ്മൾ വളരെ ഡെലിബറേറ്റ് ആയിരിക്കണം നമ്മളോട് സംസാരിക്കുന്ന ആ സ്റ്റോറിയിൽ. സോ നിങ്ങളുടെ വാക്കുകളിൽ കൂടിയല്ല,
പ്രവൃത്തിയിൽ കൂടിയായിരിക്കണം നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം നമ്മൾ കാണിക്കുന്നത്. എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സമയമാണെങ്കിലും, എത്ര റിസൾട്ട് ഇല്ലാത്ത സമയത്താണെങ്കിലും, എത്ര പ്രോസ്പെക്ട്സ് റിജക്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും, എത്ര മാസങ്ങൾ നമ്മൾ ഡൗൺ ആയി കിടന്നാലും, നമ്മളുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആ വിശ്വാസം അത് ഈ സമയത്ത് നമുക്ക് കാണിക്കാൻ പറ്റണം. ഡ്യൂറിങ് അവർ ടഫ് ടൈംസ് പ്രൂവ് ഇറ്റ് വിത്ത് യുവർ ആക്ഷൻ, നോട്ട് വിത്ത് വേർഡ്സ്. സോ ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ചു, നമ്മുടെ ബ്രെയിനും മൈൻഡും തമ്മിൽ ഒരു ബൈ ഡയറക്ഷണൽ റിലേഷൻഷിപ്പിൽ കൂടി ഉണ്ടാവുന്നതാണ് എന്ന് പഠിച്ചു. എങ്കിൽ 4 ലെവൽ ഓഫ് കോൺഫിഡൻസ് ബിൽഡിംഗ് ഉണ്ട്. ഈ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അത് 4 ലെവലിൽ ഉണ്ടാക്കാൻ പറ്റും. എഴുതിക്കോ, 4 ലെവൽസ് ഓഫ് കോൺഫിഡൻസ് ബിൽഡിംഗ്. 4 ലെവൽസ് ഓഫ് കോൺഫിഡൻസ് ബിൽഡിംഗ്. നമ്പർ 1, ഫിസിക്കൽ കോൺഫിഡൻസ്. ഫിസിക്കൽ കോൺഫിഡൻസ്. ഫിസിക്കൽ കോൺഫിഡൻസ് ഇതാണ് ഏറ്റവും ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള കോൺഫിഡൻസ്. ആൻഡ് ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം യുവർ ബോഡി. നമ്മുടെ ശരീരത്തിന് നമുക്ക് തരാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ കോൺഫിഡൻസ് ഉണ്ട്. അതാണ് നമ്പർ 1, ലെവൽ 1, ഫിസിക്കൽ കോൺഫിഡൻസ്. ഇതാണ് നമ്മൾ ഓരോ ദിവസവും രാവിലെ ഒരു 20 മിനിറ്റ് എക്സർസൈസ് ചെയ്യണം എന്ന് പറയുന്നത് ഇതിനാണ്. കാരണം ആ സമയത്ത് ഇത് രാവിലെ തന്നെ ചെയ്യണം. ഈ ജിമ്മുകാര് അവിടെ വൈകിട്ടും ആള് വരാൻ വേണ്ടിയിട്ടും അവരുടെ ബിസിനസിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവർ പറഞ്ഞുണ്ടാക്കിയതാണ് വൈകിട്ട് എക്സർസൈസ് ചെയ്താലും കുഴപ്പമില്ല എന്ന്. സത്യത്തിൽ നമുക്ക് ആ കോൺഫിഡൻസ് കിട്ടേണ്ടത് രാവിലെയാണ്. രാവിലെ നിങ്ങൾ ജിമ്മിലൊന്നും പോയില്ലെങ്കിലും ഒരു 10 മിനിറ്റ് ഒന്ന് നടക്കണം. ഇനി അതിനൊന്നും നിങ്ങൾക്ക് നേരമില്ലെങ്കിലും രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 2 മിനിറ്റ് ആ തോളൊന്ന് ഉയർത്തി, നെഞ്ചൊന്ന് വിരിച്ച്, തലയൊന്ന് ഉയർത്തി, ചെറിയൊരു സ്മൈലോടുകൂടി ഒരു നിപ്പ്. നിങ്ങളൊരു ഇമ്പോർട്ടൻറ്റ് കോൾ എടുക്കുന്നതിന് മുന്നേ, നിങ്ങളൊരു മീറ്റിങ്ങിന് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ഒരു ഓഫീസിലേക്ക് കയറുന്നതിന് മുന്നേ നിങ്ങളുടെ ആ ബോഡി ഉപയോഗിച്ച് നിങ്ങൾ ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് നിങ്ങളൊന്ന് ആ അപ്രൈറ്റ് പൊസിഷനിലൊന്ന് ഇരുന്ന് കഴിഞ്ഞുണ്ടല്ലോ, നിങ്ങളുടെ ആ കോൺവെർസേഷൻ തീരുന്നിടം വരെ നിങ്ങൾക്ക് ഈ ഒരു പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയുണ്ട്, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ബ്രെയിൻ ഇങ്ങനെ കോൺഫിഡൻസ് വാരി വെതറിക്കൊണ്ടേയിരിക്കും. ഐ കോണ്ടാക്ട്, മുന്നിലിരിക്കുന്ന ആളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക, അതിനേക്കാൾ വലിയ കോൺഫിഡൻസ് വേറെയില്ല. കൺട്രോളിങ് യുവർ ബ്രീത്തിങ്, കോൺഫിഡൻസ്. ശ്വാസം ഭയങ്കര സ്പീഡിൽ വിടുന്നതല്ല, നോർമലിനേക്കാൾ ഒരു പൊടി താഴെ നിർത്തി സ്ലോലി ബ്രീത്ത് ചെയ്താൽ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. നോർമൽ ബ്രീത്തിങ് അല്ല, ഭയങ്കര സ്പീഡിലും അല്ല, നോർമലിലും താഴെ ഒരു പൊടിക്ക് താഴെ നിർത്തി നമുക്ക് എടുത്തു നോക്കി. See the difference. ഇതാണ് ഫിസിക്കൽ കോൺഫിഡൻസ്. ഫിസിക്കൽ കോൺഫിഡൻസ് ഈസ് നോട്ട് ഫേക്ക്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സിഗ്നൽ ടു യുവർ ബ്രെയിൻ ദാറ്റ് യു ആർ റെഡി. ഞാൻ റെഡിയാണ് എന്ന് ബ്രെയിനിന് കൊടുക്കുന്ന ആദ്യത്തെ സിഗ്നലാണ് നിങ്ങളുടെ ഫിസിക്. അത് കറക്റ്റ് അല്ലെങ്കിൽ ബ്രെയിന് കിട്ടുന്നത് എന്താണ്? അലമ്പൊരു മീറ്റിംഗ് ആണ്, ചുമ്മാ അവിടെ പോയി ബോറടിച്ചിരിക്കും. ഇങ്ങനെ നമ്മൾ പോകുന്നത്. ബ്രെയിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ബോറിംഗ് ആണ്. ഇങ്ങനെ പോവാണ്. കണ്ണാടിയുടെ മുന്നിലൊക്കെ പോയി നമ്മൾ നല്ലതായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആയിട്ട് ഒരു പവർ മൂവ് ഒക്കെ എടുത്തിട്ട് ഒരു പവർ മൂവ് ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് ചെന്ന് നിൽക്കുമ്പോ തന്നെ നമ്മുടെ ബോഡി ബ്രെയിനിന് കൊടുക്കുന്ന സിഗ്നൽ എന്താ? അലേർട്ട് ആയിക്കും, സംതിങ് ഈസ് ദെയർ. രണ്ടാമത്തതാണ് ഐഡന്റിറ്റി കോൺഫിഡൻസ്. ഐഡന്റിറ്റി കോൺഫിഡൻസ്, ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം യുവർ ബിലീഫ്. നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് വരുന്ന കോൺഫിഡൻസ്. ഇത്
ഡെലിബറേറ്റ് ആയിട്ടുള്ള റിപ്പീറ്റേഷനിൽ കൂടി വരുന്നതാണ്. ഡെലിബറേറ്റ് ആയിട്ടുള്ള റിപ്പീറ്റേഷൻ, പർപ്പസ്ഫുള്ളി നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാൻ നിങ്ങളോട് പറയാലോ, 2-3 അഫർമേഷൻസ് എനിക്കുള്ള ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, പിന്നത്തേക്ക് മാറ്റി വെക്കുമായിരുന്നു. അന്ന് ഞാൻ കൊണ്ടുവന്ന, ഇവിടെ ആരെങ്കിലും പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന മടിയന്മാരുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഡു ഇറ്റ് നൗ, ഡു ഇറ്റ് നൗ, ഡു ഇറ്റ് നൗ, ഡു ഇറ്റ് നൗ, ഡു ഇറ്റ് നൗ. ഇതിങ്ങനെ മനസ്സിലല്ല, ഇങ്ങനെ പുറമേ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കും. ഡു ഇറ്റ് നൗ, ഡു ഇറ്റ് നൗ, ഡു ഇറ്റ് നൗ, ഡു ഇറ്റ്. ഇതിങ്ങനെ പറഞ്ഞ് എനിക്ക് തന്നെ മനസ്സിലായി എന്റെ ബ്രെയിൻ്റെ അകത്ത് ഒരു ന്യൂറോപാത്ത് ഉണ്ടായെന്നും അത് ഞാൻ ഭയങ്കര സ്ട്രോങ് ആക്കിയെന്നും എന്റെ തോട്ട് പിന്നെ എന്താ ചെയ്യാനുള്ള, അടുത്ത എന്തോ ചെയ്യാനുള്ള. മായ ഇന്നലെയും പറയുന്നത് കേട്ടു, നിങ്ങൾ എന്താ മനുഷ്യ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യാതെ നിങ്ങൾക്ക് സമാധാനം ഇല്ല. അവക്കറിയില്ല അതാണ് ഇന്നത്തെ നമ്മുടെ ജീവിതം. എനിക്കൊരു കാര്യം തീരുമാനിച്ചു, ഒരു വാട്ടി മുടി പണിട്ട ഏം പേച്ച് നാനേ കേൾക്ക മാട്ടെ വിജയ്. ഡു ഇറ്റ് നൗ. അത് എനിക്ക് ഞാൻ കൊടുത്തിരുന്ന ഒരു ബിലീഫാണ്. ഡു ഇറ്റ് നൗ, ഡു ഇറ്റ് നൗ, ഡു ഇറ്റ് നൗ. അടുത്താണ് ഐ ആം റിച്ച്, ഐ ആം റിച്ച്, ഐ ആം റിച്ച്, ഐ ആം റിച്ച്. ഒന്നും ഇല്ലായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ബ്രെയിനിൽ ഉണ്ടാക്കിയ ന്യൂറോപാത്താണ് ഐ ആം റിച്ച്, ഐ ആം റിച്ച്, ഐ ആം റിച്ച്. ഇപ്പൊ അത് ഐ ആം എ ബില്യണയർ, ഐ ആം എ ബില്യണയർ, ഐ ആം എ ബില്യണയർ, ഐ ആം എ ബില്യണയർ, ഐ ആം എ ബില്യണയർ. ഇതിങ്ങനെ മന്ത്രം ഉരുവിടുന്ന പോലെ എടുത്തു പറയണം, ഉള്ളിലല്ല, പറഞ്ഞുകൊണ്ടേയിരിക്കണം. മന്ത്രം ജപിക്കുന്ന പോലെ. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതൊരു അഫർമേഷൻ ആയിട്ട് യു ഹാവ് ടു റിപ്പീറ്റ്. ഇന്നലെ നിങ്ങൾ പറഞ്ഞു തുടങ്ങിയില്ല, നിങ്ങളുടെ ബ്രെയിൻ ഇന്നലെ ഒന്ന് കിളിപോയി. എന്തുവാടെ ഈ ഹൈ ടിക്കറ്റ് ക്ലോസർ, ഐ ആം എ ഹൈ ടിക്കറ്റ്, ഇതെപ്പോ ഇവൻ എന്താ പറ്റിയത്? ഇന്നലെ ഒരു തോട്ട് ബ്രെയിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്, ഇന്നും നിങ്ങൾ അത് റിപ്പീറ്റ് ചെയ്യാണ്, ഐ ആം എ ഹൈ ടിക്കറ്റ് ക്ലോസർ. എടാ ഇവനിത് വിട്ടില്ലയോ ഇതുവരെ? ലവൻ ചിന്തിക്കും. നാളെയും പറയും, ഇന്ന് ഉച്ചയ്ക്കും പറയാം, എടാ കൊള്ളാലോ, വേണ്ട, ആഹാ അത് കൊള്ളാം. വൈകിട്ട് വീണ്ടും പറയാം, ഐ ആം എ ഹൈ ടിക്കറ്റ് ക്ലോസർ. എടാ ഇവ കാര്യമായിട്ടോ കേട്ടോ, എന്തോ കാര്യമായിട്ടുള്ള പരിപാടിയാ ഇത്. 2 ദിവസം 3 ദിവസം ആയി കഴിയുമ്പോഴത്തേന് ഇവന് മനസ്സിലാവും ഇത് സീരിയസാ, ഇത് സീരിയസ്. എന്നിട്ട് ബ്രെയിൻ നമ്മൾ പ്രോംപ്റ്റ് ചെയ്യത്തില്ല, ഇപ്പം ചാറ്റ് GPT എന്ന് പറയുന്ന തൊട്ടാണ് ഇതൊരു പ്രോംപ്റ്റിംഗ് ആണ്. യു ആക്ട് ആസ് ഇഫ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന പോലെ നമ്മളുടെ ബ്രെയിൻ അങ്ങോട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും. ആക്ടിങ് ലൈക്ക് എ ഹൈ ടിക്കറ്റ് ക്ലോസർ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം? സോ രാവിലെ ഉച്ചത്തിൽ തന്നെ പറയുക നിങ്ങൾക്ക് എന്താണോ വേണ്ടത്. ഇനി ഐ ആം റിച്ച് ആണെങ്കിൽ, ഐ ആം എ മില്യണയർ ആണെങ്കിൽ, പിന്നെ ഞാൻ കടം ഒഴിവാക്കും, കടമില്ലാത്തവനാകും, അത് പറയരുത്. ആ കടം എന്നത് പോലും ഒരു നെഗറ്റീവാണ്. ഓക്കെ, ഞാൻ വെൽത്തിയാകും, ഞാൻ സമ്പന്നനാകും, ഒരുപാട് സമ്പത്ത് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മാത്രം മതി, ഒരുപാട് സമ്പത്ത് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്രെയിൻ ഇതങ്ങ് വിശ്വസിക്കും. പിന്നെ സമ്പത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സോഴ്സും ബ്രെയിൻ തനിയെ പോയി ആ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ചെവിയിലേക്ക് എത്തിക്കും, നിങ്ങളുടെ കൺമുന്നിൽ എത്തിച്ചു തരും. സോ അതിനാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നലെ ഒരു സാധനം ഇട്ട് തന്നത്. ഈ 90 ദിവസവും നിങ്ങളുടെ ബ്രെയിനോട് പറയാം, ഐ എം എ ഹൈ ടിക്കറ്റ് ക്ലോസർ, ഐ എം എ ഹൈ ടിക്കറ്റ് ക്ലോസർ, ഐ എം എ ഹൈ ടിക്കറ്റ് ക്ലോസർ. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റണം, വിഷ്വലൈസും കൂടെ ചെയ്യാൻ പറ്റണം. അപ്പം കാണുന്നു, കേൾക്കുന്നു, ചിന്തിക്കുന്നു, പറയുന്നു, ഇത് 4 കൂടെ വരുമ്പോഴത്തേക്കിന് കളി വേറെയാണ്. കാണുന്നു, കേൾക്കുന്നു, ചിന്തിക്കുന്നു, പറയുന്നു, 4 സെൻസ് ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഐ എം എ ഹൈ ടിക്കറ്റ് ക്ലോസർ, അല്ലെങ്കിൽ ഐ എം റിച്ച്, ഐ എം റിച്ച്, ഐ എം റിച്ച്, ഐ എം റിച്ച്, ഐ എം എ മില്യണർ, ഐ എം റിച്ച്, ഐ എം റിച്ച്, ഐ എം റിച്ച്. ഡു ഇറ്റ് നൗ, ഡു ഇറ്റ് നൗ, ഡു ഇറ്റ് നൗ, ഡു ഇറ്റ് നൗ. കാരണം ബ്രെയിൻ ബിലീവ്സ് വാട്ട് ഇറ്റ് ഹിയർ ഫ്രം ഇറ്റ് സെൽഫ്. ഈ ഇന്നർ വോയിസ് ഉണ്ടല്ലോ, ആ ഇന്നർ വോയിസ് പറയുന്നത് എന്തോ അത് ബ്രെയിൻ വിശ്വസിക്കും. നിങ്ങളുടെ ഈ 2 ചെവിക്കിടയ്ക്ക് ഒരു ചെറിയ ശബ്ദം കേൾക്കാം. ഞാനിവിടെ സംസാരിക്കാത്തപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ആ ശബ്ദം കേൾക്കാം. നിങ്ങളോട് ആരോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചെറിയ പതുങ്ങിയ ഒരു ശബ്ദത്തിൽ. അതാണ് നിങ്ങളുടെ ബ്രെയിനുള്ള പ്രോംപ്റ്റ്. ആ പ്രോംപ്റ്റ് കറക്റ്റ് ആയാൽ ബ്രെയിൻ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ബ്രെയിൻ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ നിങ്ങളുടെ റിസൾട്ടിൽ അത് പ്രതിഫലിക്കും. അത് നിങ്ങളുടെ ബിഹേവിയർ ആയി മാറും. ബിഹേവിയർ വിൽ ചേഞ്ച് യുവർ റിസൾട്ട്. ആർ യു വിത്ത് മീ? സോ റിപ്പീറ്റേഷൻ ക്രിയേറ്റ്സ് ഫെമിലാരിറ്റി. ആഹാ, ഇത് നമുക്കറിയാം. പിന്നെ റിച്ച് നമ്മൾ റിച്ച് അല്ലേ, നമ്മൾ ഇതേ സംഭവം തന്നെയാണ് മറ്റേതേത്
നിങ്ങൾ കാശുകാരൊക്കെ അങ്ങനല്ലേ, കാശുള്ളവന്മാരല്ലേ ഇങ്ങനല്ലേ, കാശുള്ളവന്മാരൊക്കെ പറ്റീരല്ലേ, കാശുള്ളവരൊക്കെ ചതിക്കത്തില്ലേ. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ബ്രെയിൻ്റെ അകത്ത് എന്തുണ്ടാവും? കാശ് ഈക്വൽസ് ചതി, കാശുള്ളവർ ഈക്വൽസ് പറ്റിക്കുന്നവർ. അത് ഫെമിലിയർ ആയി മാറും നിങ്ങളുടെ ബ്രെയിന്. പിന്നെ കാശ് അത് നമുക്ക് വേണ്ട. ബ്രെയിൻ ഒരു ഇൻകം വരുന്ന ഒരു കാര്യം വരുന്ന സമയത്ത് ബ്രെയിൻ എന്ത് പറയും? കൊള്ളത്തില്ല, നമുക്കൊന്നും വേണ്ടത്. എന്തുകൊണ്ട്? കാശുള്ളവൻ കൂടുതൽ കാശുകാരനാവുന്നു, ദരിദ്രൻ വീണ്ടും ദരിദ്രനാവുന്നു. ബിക്കോസ് ഇറ്റ് ഈസ് വാട്ട് ദേ ബിലീവ്. അപ്പൊ ഒന്ന് ഫിസിക്കൽ, രണ്ട് ബിലീഫ്, ഐഡന്റിറ്റി കോൺഫിഡൻസ്. മൂന്നാമത്തതാണ് എവിഡൻസ് കോൺഫിഡൻസ്. എവിഡൻസ് കോൺഫിഡൻസ്. എവിഡൻസ് മീൻസ് പ്രൂഫ്. ഞാനേ ഇങ്ങനെ ഡു ഇറ്റ് നൗ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഉതച്ചു മൂടി കിടന്ന് ഉറക്കത്തിൽ കിടന്നു ഡു ഇറ്റ് നൗ. നോ, ഐ നീഡ് ടു ഹാവ് പ്രൂഫ്. ബ്രെയിനിന് എന്ത് വേണം? പ്രൂഫ് കാണണം. അതിനാ നിങ്ങളോട് പറയുന്നത് എവറി ഡേ യു ഷുഡ് ഡോക്യുമെന്റ് യുവർ സക്സസ്. കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇന്നത്തെ ഒരു 3 അച്ചീവ്മെന്റ്സ് നിങ്ങൾ എഴുതി വെക്കണം. അപ്പം ബ്രെയിൻ എന്തുണ്ടാകും? ബ്രെയിൻ കണ്ണിൽ കാണുകയാണ്, പ്രൂഫാണ് ആ കാണുന്ന ഡോക്യുമെന്റ്. അത് എത്ര ചെറിയ അച്ചീവ്മെന്റ് ആയിക്കോട്ടെ. ഇറ്റ് ഈസ് എ സക്സസ്ഫുൾ കോൺവെർസേഷൻ വിത്ത് യുവർ ബ്രെയിൻ. Document every successful conversation, even if it is a partial success. നിങ്ങളത് ഡോക്യുമെന്റ് ചെയ്യണം. നിങ്ങളുടെ വീട്ടിൽ ഒരു അച്ചീവ്മെന്റ് വാള് തന്നെ വേണം. അച്ചീവ്മെന്റ് വാൾ, അത് ഓഫീസിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ. നിങ്ങളുടെ നേട്ടങ്ങൾ, നിങ്ങൾക്ക് ഈ ഭിത്തിയുടെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കുറെ പോസ്റ്റേഴ്സ്, നമ്മൾ എന്തിനാ ഈ ട്രോഫിയൊക്കെ കൊണ്ടുവന്ന് നമ്മളുടെ വീട്ടിൽ നമ്മുടെ ഓഫീസിലൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ പ്രൂഫ്. ആ പ്രൂഫിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് എവിഡൻസ് കോൺഫിഡൻസ്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് 2019 കേരള ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് എനിക്കൊരു ഇത് കിട്ടുന്നത്, ഒരു മന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് കിട്ടുന്നത്. ഇത് എനിക്കുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ എൻ്റെ ലൈഫിൽ. എൻ്റെ ബ്രെയിന് ഭയങ്കര പ്രൂഫായിരുന്നു അന്ന് കിട്ടിയത്. യെസ്, ഐ ആം എ ട്രെയിനർ. ഞാൻ നമ്പർ 1 ട്രെയിനർ. ഞാൻ പിന്നീട് അത് മാറ്റി. ഐ വിൽ ബി ദ ഓൺലി 1 ട്രെയിനർ ഇൻ മലയാളം. ഓൺലി 1. ഐ വിൽ ബി ദ ഓൺലി 1 ബിസിനസ് കോച്ച് ഇൻ മലയാളം. ഇത് ഞാൻ ഈ പ്രൂഫ് ഉണ്ടാക്കാൻ വേണ്ടി, എന്നോട് പലരും വന്ന് കമന്റിൽ ചോദിക്കും, നിനക്കാരാണ് കിങ് മേക്കർ എന്ന് പേരിട്ട? ഞാൻ എന്തിന്? എൻ്റെ എവിഡൻസ് ആണത്. ഞാൻ വളരുന്നു എന്നുള്ളതിന്റെ എൻ്റെ എവിഡൻസ് ആണത്. അതിനിട്ട പേരടാ അത്. അതിൽ അഭിമാനമേ ഉള്ളൂ. കാരണം ഇറ്റ് ഈസ് വാട്ട് മൈ ബ്രെയിൻ ബിലീവ്. സോ നിങ്ങളുടെ ചെറിയ അച്ചീവ്മെന്റ്സ് പോലും അത് ഡോക്യുമെന്റ് ചെയ്യുക, അതെടുത്ത് വെച്ച് കാണുക. കാരണം ഇത് ഡോക്യുമെന്റ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് എ പ്രൂഫ്. നിങ്ങളുടെ ഇംപ്രൂവ്മെന്റിനെ ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. എവറി വീക്ക്, ഈ ആഴ്ച നിങ്ങൾ എത്ര ഇംപ്രൂവ് ചെയ്തു എന്നുള്ളത് ട്രാക്ക് ചെയ്യുക. നിങ്ങൾ ഫീഡ്ബാക്ക് എടുക്കുക. എനിക്ക് ഈ എവിഡൻസ് പ്രൂഫ് എവിടാന്നറിയോ? ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കിങ്സ് ക്ലബിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒന്ന് കയറുമ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് വന്നിട്ട് ഇന്നത്തെ ക്ലാസ് പൊളിയായിരുന്നു, ഇന്നത്തെ അടിപൊളിയായിരുന്നു സാറേ. നിങ്ങൾ ഈ പ്രകാശേട്ടനൊക്കെ അയക്കുന്ന മെസ്സേജ് ഉണ്ടല്ലോ, നിങ്ങൾ എന്തുവാ മനുഷ്യ കാണിക്കുന്നത്? ഇതൊക്കെ എൻ്റെ ബ്രെയിനിന് കിട്ടുന്ന എവിഡൻസ് പ്രൂഫാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ ഓരോ മെസ്സേജും, നിങ്ങളുടെ ഓരോ അപ്രിസിയേഷൻ. ഇന്നലെ ക്ലാസ് കഴിഞ്ഞപ്പോൾ റോയ് ചേട്ടൻ എനിക്ക് പേഴ്സണലി ഒരു മെസ്സേജ് അയച്ചു. സാറേ, എനിക്ക് വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങി ഓടാൻ തോന്നി സാറേ. ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് കൊണ്ടാ. ഇന്ന് എനിക്ക് ഉറപ്പാണ് റോയ് ചേട്ടൻ ഇവിടെ കാണും. ഇന്ന് ഉറപ്പാണ്. എനിക്ക് അങ്ങ് മ്യൂട്ട് മാറ്റിയിട്ട് എനിക്ക് അങ്ങ് സംസാരിക്കാൻ തോന്നി സാറേ. സാറിന്റെ അപാര കഴിവാ സാറേ, ഒരുപാട് പേർക്ക് ഗുണം ചെയ്യും സാറേ. സാറ് മുന്നോട്ട് പോകണം. ഇത് കിട്ടുമ്പോഴത്തേന്, ഇത് കേൾക്കുമ്പോഴത്തേക്കിന് എനിക്ക് റോയ് ചേട്ടാ മ്യൂട്ട് മാറ്റിക്കുക റോയ് ചേട്ടന്. ഇത് കേൾക്കുമ്പോഴത്തേക്കിന് എനിക്കുണ്ടാകുന്നത് എന്താണെന്നറിയോ? എവിഡൻസ് പ്രൂഫ്. ഇറ്റ്സ് ആൻ എവിഡൻസ്, ഇറ്റ്സ് എ ടെസ്റ്റിമോണി, ഇറ്റ്സ് എ റിവ്യൂ ദാറ്റ് ഐ ആം ഗ്രോയിങ്, ദാറ്റ് ഐ ആം, ഞാൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുണ്ടല്ലോ അതിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതുള്ള എന്റെ പ്രൂഫാണത്. റോയ് ചേട്ടാ, ഞാൻ അനിൽ സാറിന്റെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പിന്നെ 6 വർഷമായി. ഇപ്പം
എനിക്ക് തോന്നുന്നു എൻ്റെ മുന്നേ വന്ന് ശ്രീലിൽ മാത്രമേ ഇതിൽ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന പ്രധാനമായിട്ടും എന്താണെന്ന് ചോദിച്ചാൽ എനർജിയാണ്. സാറ് തരുന്നത് എനർജിയാണ്. ആ എനർജിയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന, ആക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. ഞാൻ സാറ് പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സാറിൽ നിന്ന് കിട്ടുന്ന ആ എനർജി ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ 6 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സാറ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കോണ്ടസ്റ്റ്, നമുക്ക് ഓരോരുത്തരുടെയും കോണ്ടസ്റ്റ് വ്യത്യസ്തമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ബിസിനസ് വ്യത്യസ്തമാണ്. നമ്മുടെ കോണ്ടസ്റ്റിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, അതിൽ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിച്ച് നടപ്പിലാക്കേണ്ടത്. ക്ലാസിന്റെ അക്ഷരാർത്ഥത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്, പഠിച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമ്മൾ സാഹചര്യത്തിൽ മാറ്റണം. ഇപ്പം ഞാൻ ഇന്നലെ എൻ്റെ എക്സാമ്പിൾ പറയാം. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ നിന്നുള്ള ആ എനർജിയിൽ നിന്ന് ഞാൻ തീരുമാനിച്ചത്, എനിക്ക് സെയിൽസിൽ 50 ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ 50, അപ്പൊ സാറ് ഹൈ ടിക്കറ്റ് ക്ലോസർ ആവണം. അപ്പൊ ഞാൻ എൻ്റെ സാഹചര്യത്തിൽ അത് എങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് ഞാൻ ആലോചിച്ചു. അപ്പൊ ആലോചിച്ചപ്പം, ഒന്ന്, ഞാനാണ് വെബിനാറുകൾ എടുക്കുന്നത്, അപ്പൊ അത് കുറെ കൂടി എഫക്റ്റീവായിട്ട് ചെയ്യണം എന്നുള്ള തീരുമാനം ഞാൻ എടുത്തു. 2, എൻ്റെ സെയിൽസ് പേഴ്സണെ ഞാൻ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചു. ഞാൻ സാറിനോട് അത് ഡിസ്കസ് ചെയ്തിട്ടാണ് തീരുമാനിച്ചത്. അതായത് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന ഒരു കാറ്റഗറി, മിഡിൽ കാറ്റഗറി, ലോവർ കാറ്റഗറി. ആ ടോപ്പ് കാറ്റഗറി ഉള്ള ആളുകളെ അടുത്ത 3 മാസത്തേക്ക് ഞാൻ ഡയറക്റ്റ് മെന്റർഷിപ്പ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവർക്ക് 3 മാസത്തേക്കുള്ള ഒരു ഹൈ ടാർഗറ്റ് ഫിക്സ് ചെയ്തു. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ അവർക്ക് കിട്ടുന്ന ഇൻസെന്റീവ്സ് കൂടാതെ അവർക്ക് ഒരു ഫോറിൻ ട്രിപ്പ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-ാം തീയതി അനൗൺസ് ചെയ്യും. മിഡിൽ കാറ്റഗറി ഉള്ള ആളുകളെ എൻ്റെ CEO ഡയറക്റ്റ് ആയിട്ട് മെന്റർഷിപ്പിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ലോവർ കാറ്റഗറിയിലുള്ള ആളുകൾ സെയിൽസ് ഹെഡ്. അങ്ങനെ ഈ സാറ് പഠിപ്പിച്ച് ഇന്നലത്തെ കാര്യത്തിൽ നിന്ന് കിട്ടിയ എൻ്റെ ബ്രെയിനിന്റെ എനർജിയാണ് എനിക്ക് ആ ഹൈ ടിക്കറ്റ് എന്ന് പറയുന്ന സംഗതിയിലേക്ക് എൻ്റെ ഓർഗനൈസേഷനിൽ എൻ്റെ ആളുകളെ ഉപയോഗിച്ച് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം. ഞാൻ ആ എനർജിയിലാണ് ഇന്നും നിൽക്കുന്നത്. അപ്പം ഇത് നിങ്ങളെല്ലാവരും ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് സാറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ സാറ് പഠിപ്പിച്ചില്ല, പഠിക്കുന്ന ആളുകൾ സ്റ്റുഡന്റും ടീച്ചറും പഠിപ്പിച്ചില്ല, അതിന്റെ നടുക്കൊരു കാര്യം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഇംപ്ലിമെന്റ്. നമ്മൾ ഈ പഠിക്കുന്ന കാര്യത്തിൽ നിന്ന് എത്രത്തോളം നമ്മുടെ ബിസിനസ്സിലേക്ക് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇവിടുന്ന് നിങ്ങളെ ഹൈ വോൾട്ടേജ് എനർജി എടുക്കുക, ഈ പഠിച്ച കോണ്ടന്റ് നമ്മുടെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കോണ്ടസ്റ്റിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക, അത് അപ്ലൈ ചെയ്യുക. നമ്മളെല്ലാവരും വിജയിക്കും. ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങിയ സമയത്ത്, എഡ്യൂഫ്ലെയർ തുടങ്ങിയ സമയത്ത്, സാർ ഒരു വാക്കുകൂടി പറയട്ടെ, 2 വർഷത്തോളം സ്ട്രഗിൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ വളരെ വലിയ സക്സസിലേക്കാണ് പോയിട്ടുള്ളത്. ആ സക്സസിന്റെ അടിസ്ഥാനം എനിക്ക് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ്. അപ്പം നിങ്ങളെല്ലാവരും സ്ഥിരമായിട്ട് ക്ലാസ്സിൽ വരിക, ക്യാമറ ഓണാക്കി വെക്കുക, സംസാരിക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കുക കാര്യങ്ങൾ, എനർജി ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവുക. താങ്ക് യു സർ. യെസ്, താങ്ക് യു റോയ് ചേട്ടാ. സോ നമ്മളുടെ ബ്രെയിന് ചില ബിലീഫ്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ബിലീഫ് ഇപ്പം 32-ാമത്തെ വയസ്സ് വരെ ഞാൻ ബിലീവ് ചെയ്തിരുന്നത് എനിക്ക് അങ്ങനെ വലിയ കഴിവൊന്നുമില്ല, ഞാനൊരു ഓർഡിനറി പേഴ്സൺ ആണ്, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പോകേണ്ട ആളാണ്, ഞാൻ ഇങ്ങനെ രാഷ്ട്രീയം കളിച്ച് നടന്ന് ഇങ്ങനെ ഇപ്പം കുഞ്ഞായി കുടുംബമായി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നോർമലായിട്ട് പോകേണ്ട ഒരാളാണ്. ഇതായിരുന്നു എൻ്റെ ബ്രെയിൻ്റെ ബിലീഫ്. പിന്നീട് ഞാൻ ഈ ട്രെയിനിങ്ങുകൾ അങ്ങോട്ട് തുടങ്ങി. ആദ്യത്തെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യത്തെ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്തേക്ക് ആളുകൾ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എവിഡൻസ് കിട്ടാൻ തുടങ്ങി ദാറ്റ് ഞാൻ മറ്റെന്തോ ആണ്. എന്നെ ആളുകൾ സാറേ എന്ന് വിളിക്കാൻ തുടങ്ങും, ഞാൻ മറ്റെന്തോ ആണ്. ആദ്യമായിട്ട് എന്നെ ട്രെയിനിങ്ങിന് വിളിക്കുന്നു, ഞാൻ മറ്റെന്തോ ആണ്. ഞാൻ ആദ്യമായിട്ട് എനിക്ക് 40,000 രൂപ ഒരു ക്ലാസ്സിന്, ആദ്യത്തെ ക്ലാസ്സിന് തന്നെ 40,000 രൂപ ഷാജഹാൻ സാറ് കയ്യിലേക്ക് വച്ച് തന്നിട്ട് ആ കാശ് ഞാൻ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഇറ്റ് ഈസ് ആൻ എവിഡൻസ് പ്രൂഫ്. എൻ്റെ ബ്രെയിൻ ഈ പ്രൂഫ് വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ശ്രദ്ധിച്ചു കേട്ടോണം, നിങ്ങളുടെ ഓരോ പ്രൂഫും നിങ്ങളുടെ ബ്രെയിൻ അതിൻ്റെ ബിലീഫിനെ, വിശ്വാസത്തെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഓരോ നേട്ടങ്ങളുടെ ഡോക്യുമെന്റും, ഞാൻ നിങ്ങളോട് എന്തിനാണ് ഡെയിലി കണക്ക് നോക്കണം, ഡെയിലി നിങ്ങളുടെ ബാങ്ക് ബാലൻസ്, ഇതൊക്കെ നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. നമുക്കൊരു കാര്യം അറിയോ, ലോകത്ത് 800 കോടി ജനങ്ങളിൽ എനിക്ക് തോന്നുന്നു 95% പ്രതീക്ഷ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, എത്ര ശതമാനം ആളുകളുടെ കയ്യിലാണ് 40,000 രൂപ പോലും ഇല്ലാത്ത
$800 അല്ലേ? പ്രതീഷ് ഇവിടെ ഉണ്ടോ? എത്ര ഒരു കണക്ക് പ്രതീഷ് പറയുന്നത് കേട്ടു. അത്രയും പോലും ഇല്ലാത്ത മില്യൺസ് ഓഫ് ആളുകൾ, 94%, 5% ആളുകൾക്കേ ഉള്ളൂ ഇതിന് മുകളിൽ. സോ നമ്മുടെ ബ്രെയിന് നമ്മളിങ്ങനെ പ്രൂഫ് കൊടുത്ത്, എവിഡൻസ് കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം. സോ ഈച്ച് പീസ് ഓഫ് എവിഡൻസ് ഫോർ യുവർ കേപ്പബിലിറ്റി വീക്കൻസ് ദ ഡൗട്ട്. നിങ്ങൾ ഓരോ പ്രൂഫ്, ഓരോ എവിഡൻസ് കൊടുക്കുക. നിങ്ങൾ ഇടുന്ന ഓരോ കമന്റ്സും എൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു സംശയം എൻ്റെ കഴിവിൽ എനിക്ക് എൻ്റെ ബ്രെയിൻ ഉണ്ടെങ്കിൽ, എൻ്റെ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു സംശയം എൻ്റെ ബ്രെയിൻ ഉണ്ടെങ്കിൽ ആ ഡൗട്ട് കുറയുകയും ആ വിശ്വാസം കൂടുകയും ചെയ്യും. വെൻ എവർ യുവർ ബ്രെയിൻ സീസ് എ പ്രൂഫ്. സോ പ്രൂഫ് കാണുക, പ്രൂഫ് ഡോക്യുമെന്റ് ചെയ്യുക. എവറി ഡേ നിങ്ങൾ ആ സക്സസ്ഫുൾ ആകുന്നത് നിങ്ങളുടെ ബ്രെയിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ഇതെല്ലാം കൂടെ ചേർത്ത് അങ്ങനെ കമ്പൈൽ ചെയ്തെടുക്കുന്ന എവിഡൻസ് ഡെലിബറേറ്റ്ലി ഇറ്റ് വിൽ ആക്സിലറേറ്റ് അവർ ബിലീഫ് കൺസോൾട്ടേഷൻ. നമ്മുടെ വിശ്വാസത്തിന്റെ മൊത്തത്തിലുള്ള കൺസോൾട്ടേഷനെ ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മളുടെ ഈ എവിഡൻസ്, പ്രൂഫ്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. സോ അങ്ങനെ പ്രൂഫിൽ നിന്ന് കിട്ടുന്ന കോൺഫിഡൻസും നമ്മളുടെ ഒരു ഹോപ്പിൽ നിന്ന്, ആഗ്രഹത്തിൽ നിന്ന് കിട്ടുന്ന കോൺഫിഡൻസും രണ്ടും രണ്ടാണ്. ശ്രദ്ധിച്ചു കേട്ടോണം. രണ്ടിടത്തുനിന്ന് കോൺഫിഡൻസ് കിട്ടും. ഒന്ന് ഫ്രം പ്രൂഫ്, തെളിവ്. രണ്ട് ഫ്രം ഹോപ്പ്, ആഗ്രഹം. തുടക്കം നമ്മൾ ആഗ്രഹത്തിൽ കൂടിയാണ് ആ കോൺഫിഡൻസ് എടുക്കുന്നത്. പിന്നീട് പതുക്കെ പതുക്കെ ചെറിയ 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 പ്രൂഫ് നമ്മൾ ഇങ്ങനെ ബ്രെയിന് കൊടുത്തോണ്ടിരിക്കും. കാരണം ഇത് ഈസ് മോർ പവർഫുൾ ദാൻ ഹോപ്പ്. പ്രൂഫ് വെച്ചിട്ടുള്ള കോൺഫിഡൻസ് ബ്രെയിന് കൊടുക്കുന്നത് ഹോപ്പ് വെച്ചിട്ടുള്ള കോൺഫിഡൻസിനേക്കാൾ ഭയങ്കര കൂടുതലായിരിക്കും. ആർ യു വിത്ത് മീ? സോ മൂന്നാമത്തെ ലെവൽ ഓഫ് കോൺഫിഡൻസ് ആണ് എവിഡൻസ് കോൺഫിഡൻസ് ഓർ പ്രൂഫ്. നാലാമത്തതാണ് മാസ്റ്ററി കോൺഫിഡൻസ്. മാസ്റ്ററി കോൺഫിഡൻസ് വിച്ച് മീൻസ് യുവർ സ്കിൽ. നിങ്ങളുടെ പ്രാക്ടീസിൽ കൂടി നിങ്ങൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ആണ് മാസ്റ്ററി കോൺഫിഡൻസ്. നിങ്ങൾ ഓരോ കാര്യങ്ങൾ റോൾ പ്ലേ ചെയ്യുന്നു. നിങ്ങൾ പഠിക്കുന്ന കാര്യം ചെയ്തു നോക്കുന്നു. നിങ്ങൾ ഫസ്റ്റ് കോൾ എടുത്ത് വിളിച്ചു നോക്കുന്നു. നിങ്ങൾ റിജക്ഷനെ ഫേസ് ചെയ്ത് നോക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വിഷൻ സെറ്റ് ചെയ്ത് നോക്കുന്നു. ഇംപ്ലിമെന്റ് ചെയ്യുന്നു, നോക്കുന്നു. ഒരു സ്റ്റുഡൻ്റായി മാറുന്നു. ഓരോ തവണയും നിങ്ങൾ പഠിക്കുന്ന കാര്യം നിങ്ങൾ പോയി പ്രാക്ടീസ് ചെയ്ത് നിങ്ങളത് ആ സ്കില്ല് നേടിയെടുക്കുന്നു. ഓരോ തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും തോറും നിങ്ങളുടെ മാസ്റ്ററി കോൺഫിഡൻസ് കൂടിക്കൊണ്ടേയിരിക്കും. ഈ മാസ്റ്ററിയാണ് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന അവസാനത്തെ തരി ഡൗട്ടിനെ പോലും ഇല്ലാതാക്കുന്നത്. മാസ്റ്ററി മാത്രമാണ്. ഓരോ തവണ പ്രാക്ടീസ്, നിങ്ങൾക്ക് സ്റ്റേജിൽ കയറി സംസാരിക്കാൻ ഭയമാണ്. ഓരോ തവണ കയറി പ്രാക്ടീസ് ചെയ്യും തോറും നിങ്ങളുടെ ഉള്ളിലെ ഡൗട്ട് കുറഞ്ഞ് ബിലീഫ് കൂടും. സോ നമ്മുടെ ഉള്ളിൽ ഒരു രീതിയിലുള്ള സംശയത്തിനും ഇടവെക്കരുത്. സോ ദ ഡീപ്പസ്റ്റ് കോൺഫിഡൻസ് ഈസ് നോട്ട് മാനുഫാക്ചേർഡ്, ഇറ്റ് ഈസ് എയിംഡ് ത്രൂ പ്രാക്ടീസ്. എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഇത് തരുന്ന കോൺഫിഡൻസ്, ഇതാണ് ദ ഡീപ്പസ്റ്റ് കോൺഫിഡൻസ്. കോൺഫിഡൻസിന്റെ ഏറ്റവും ഡീപ്പാണ് ഏത്? മാസ്റ്ററി. അത് മാനുഫാക്ചർ ചെയ്യാൻ വേറൊന്നിനും പറ്റില്ല. ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്നതാണ്. ബട്ട് ദിസ് ഈസ് ദ റിയാലിറ്റി. ഇറ്റ് ഈസ് എയിംഡ് ത്രൂ ഡെലിബറേറ്റ് പ്രാക്ടീസ്. നമ്മൾ ആ ടെക്നിക്ക് സ്വായത്തമാക്കുകയാണ്. സോ എപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കില്ല്, നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു, ആ കഴിവ് നേടുന്നു. കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ബൈ പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് കഴിവ് വർദ്ധിക്കും തോറും അതിന്റെ നാച്ചുറൽ ബൈ പ്രൊഡക്റ്റ് ആണ് കോൺഫിഡൻസ്. അതിനുവേണ്ടി പർപ്പസ്ഫുള്ളി ഒന്നും ചെയ്യണ്ട. ഇതൊക്കെ ഫേക്ക് അടിക്കുന്നതാ. ഇതൊക്കെ നമ്മൾ ഒരു പരിധി വരെ നമ്മൾ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുന്നത് ഡെലിബറേറ്റ്ലി. ഇവിടെ നമ്മൾ വേണമെന്ന് വെച്ചാലും വേണ്ടെന്ന് വെച്ചാലും നമ്മൾ പോലും അറിയാതെ നമുക്ക് ഈ കോൺഫിഡൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ബിക്കോസ് യു ബിക്കം എ മാസ്റ്റർ. സോ നിങ്ങളുടെ സ്കിൽ എന്താണോ അതിൽ മാസ്റ്ററി നേടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എന്നും സ്കിൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുന്നത്. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്ന് എഴുതിക്കോ. ആക്ഷൻ നമ്പർ 1. ഇന്ന് തൊട്ടൊരു 3 ദിവസത്തേക്ക് ചെയ്യേണ്ട ഒരു കാര്യം. ഇന്ന് തൊട്ട് 3 ദിവസം ചെയ്യേണ്ട കാര്യം.
നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു പെന്നും ഒരു ചെറിയ നോട്ട്ബുക്കും വേണം. ഇനി അതില്ലെങ്കിലും നിങ്ങളുടെ വാട്സപ്പിൻ്റെ അകത്ത് നിങ്ങൾ ഒരു വാട്സപ്പ് ചാറ്റ് ഉണ്ടാക്കിയിട്ടേക്കണം. എന്നിട്ട് ഇതൊരു എക്സർസൈസ് ആണ്. ഓഡിറ്റ് യുവർ ഇന്നർ വോയിസ്. ഓക്കെ, നിങ്ങളുടെ ഇന്നർ വോയിസിനെ ഓഡിറ്റ് ചെയ്യണം. എപ്പോഴൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങൾ ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ആളായിരിക്കും, നിങ്ങൾക്ക് ഭയങ്കര പവർ ഉണ്ടായി, എന്നാലും ഒരു ദിവസത്തിൽ പല സാഹചര്യങ്ങളിൽ നമ്മളുടെ ഈ ചെവിക്കകത്തിരിക്കുന്ന ആ ചെറിയ ഇന്നർ വോയിസ് ഉള്ളിലിരുന്നുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ചില സംശയങ്ങൾ പറയും, ചില ഡൗട്ട്, നമ്മുടെ ചില ലിമിറ്റിങ്സ് പറയും. അയ്യോ, നിന്നെ കൊണ്ട് അതിന് പറ്റത്തില്ല, നിനക്കത് ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലില്ലില്ല, അത് നിനക്ക് പറ്റത്തില്ലല്ലോ, നമുക്കറിയാമല്ലോ. ഇങ്ങനെ പറയുന്നത് എന്താണ് എന്ന് അപ്പോഴേ എഴുതി വെക്കണം. നിങ്ങളുടെ ലിറ്റിൽ ഇന്നർ വോയിസ് നിങ്ങളോട് പറയുന്ന, നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നത് എന്ത് എന്ന് എഴുതി വെക്കണം. അയ്യോ, അത്രയും പേയ്മെന്റ്, അത്രയും ചാർജ് ചെയ്യാൻ പറ്റത്തില്ല, അപ്പോഴേ എഴുതി വെച്ചേക്കണം. അയ്യോ, പ്രീമിയം പ്രൈസ് ഒന്നും നമ്മുടെ കസ്റ്റമർ അക്സെപ്റ്റ് ചെയ്യുക, അപ്പോഴേ എഴുതി വെച്ചു. പ്രീമിയം ബിസിനസ് ഒന്നും നമുക്ക് പറ്റത്തില്ല, അപ്പോഴേ എഴുതി വെച്ചേക്കണം. ഈ മാർക്കറ്റിൽ ഇതൊന്നും നടക്കത്തില്ല, അപ്പോഴേ ഈ ടീമിനെ കൊണ്ട് ഇതൊന്നും നടക്കത്തില്ല, ഈ കസ്റ്റമറെ കൊണ്ട്, എന്നെ കൊണ്ട് ഇതൊന്നും എന്തൊക്കെയാണോ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളോട് പറയുന്ന ലിമിറ്റിംഗ് ബിലീഫ്, നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്ന ബിലീഫ്സ് എന്തൊക്കെയാണോ, ഇത് ഒരു ലിസ്റ്റ് ആയിട്ട് എഴുതി വെക്കണം. 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. 3 ദിവസം നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന, നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് നിങ്ങളുടെ മൈൻഡ് നിങ്ങളോട് പറയുന്നത് എന്തൊക്കെ എന്ന് എഴുതി വെക്കണം. അയ്യോ, അവര് ആ ക്ലയന്റിനെ ഒന്നും വിളിക്കാനേ പറ്റത്തില്ല, അവരൊക്കെ വേറെ റേഞ്ച്, അയ്യോ കാശുകാർ, ഇത് എന്തൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നോ അത് നിങ്ങൾ പെട്ടെന്ന് എഴുതി വെക്കണം. കൗണ്ട് ദ ലിമിറ്റിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. എന്നിട്ട് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്ന, നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്ന, നിങ്ങളുടെ ഇന്നർ വോയിസ് പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെ എന്ന് കൗണ്ട് ചെയ്യണം. അതിൻ്റെ അകത്ത് നിങ്ങൾ മാർക്ക് ഇട്ടിട്ട് നോക്കണം, ഏറ്റവും കൂടുതൽ തവണ റെക്കറിംഗ് ആയിട്ട് വരുന്ന ടോപ്പ് 3 ടോൺസ് വോയിസ് അത് ഏതൊക്കെ എന്ന് കേൾക്കണം. ഏറ്റവും ടോപ്പ് 3യിൽ നിൽക്കുന്ന 3 സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെ എന്നറിയണം. നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾ ആദ്യം പൊളിക്കേണ്ട നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ ജയില്, ആ പ്രിസൺ, ആ കൂട് എന്ന് പറയുന്നത് ആ ടോപ്പ് 3 ലിറ്റിൽ ഇന്നർ ലിമിറ്റിംഗ് വോയിസ്. കാരണം നമ്മളുടെ ബിലീഫ് മാറ്റണമെങ്കിൽ എന്താണ് മാറ്റേണ്ടതെന്നുള്ള ക്ലാരിറ്റി നമുക്ക് കിട്ടണം. എന്ത് മാറ്റണം എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരിക്കലും മാറ്റാൻ പറ്റില്ല. ഈ ഓഡിറ്റിംഗ് നടത്തിയില്ല എങ്കിൽ എന്ത് ബിലീഫാണ് എന്നെ ലിമിറ്റ് ചെയ്യുന്നത്, എന്താണ് ഞാൻ മാറ്റേണ്ടത്, എന്ത് തോട്ടാണ് ഞാൻ മാറ്റേണ്ടത്, ഏത് ന്യൂറോപാത്താണ് എൻ്റെ ബ്രെയിൻ്റെ അകത്ത് ലിമിറ്റിംഗ് ആയിട്ടുള്ള ന്യൂറോപാത്സ് സ്ട്രോങ് ആയി ബിൽഡ് ആയിരിക്കുന്നത്, ഏതൊക്കെയാണോ സ്ട്രോങ് അതായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾ കേൾക്കുന്ന ലിമിറ്റിംഗ് വോയിസ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ ഓഡിറ്റിംഗ് നടത്തുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 1. അപ്പം ഈ ഓഡിറ്റിങ്ങിൽ കൂടി നമ്മളുടെ ബിലീഫ്സിന്റെ, നമ്മളുടെ ന്യൂറോപാത്ത് നമ്മുടെ കൺമുന്നിൽ വിസിബിൾ ആയിട്ട് വരും. അത് വിസിബിൾ ആയാൽ വി ക്യാൻ ചേഞ്ച് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. നമുക്ക് ആ വഴി ഇപ്പൊ മനസ്സിലായി, ആ വഴി മൂടാൻ പിന്നെ എളുപ്പമാണ്. ആക്ഷൻ നമ്പർ 1 കാര്യം മനസ്സിലായല്ലോ. ഇന്നോട്ട് ഒരു പെന്നും പേപ്പറും കൈവച്ചിരിക്കുക. എപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു ലിമിറ്റിംഗ് ബിലീഫ് കേൾക്കുന്നോ, ലിമിറ്റിംഗ് വോയിസ് കേൾക്കുന്നു, അത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല, അത് അങ്ങനെയാണ്, പ്രീമിയം ഇങ്ങനെയാണ്, അതങ്ങനെയാണ്, ഇവരങ്ങനെയാണ്, ഇതെപ്പോ കേൾക്കുന്ന അത് എഴുതി വെച്ചേക്കണം, അത് കൗണ്ട് ചെയ്യണം. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കേട്ട ടോപ്പ് 3 ആദ്യം എടുക്കണം. ഇതാണ് നമ്പർ 1, ആക്ഷൻ നമ്പർ 1. ചെയ്യുമല്ലോ? ഇത് ആദ്യത്തെ 3 ദിവസം. ഈ 3 ദിവസം ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ചെയ്യരുത്. ഈ 3 ദിവസക്ക് ശേഷം, ഈ ഒരാഴ്ച, അടുത്ത 7 ദിവസക്കുള്ളിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ 1 മണിക്കൂറത്തേക്ക് നിങ്ങളുടെ ഫോണൊക്കെ അങ്ങ് ഓഫ് ചെയ്യണം. എല്ലാ ഡിസ്ട്രാക്ഷൻസിൽ നിന്നും മാറി നിൽക്കണം. എന്നിട്ട് നിങ്ങളൊരു 2 പേജിൽ ഇതിന് ചാറ്റ് GPT ഒന്നുമല്ല, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ എടുക്കണം, ഹൂ ആം ഐ ബിക്കമിങ് എന്നുള്ളത്. എനിക്ക് ആരാകണം, ഞാൻ ആരായിട്ടാണ് മാറാം, യുവർ ന്യൂ ഐഡന്റിറ്റി. എഴുതിക്കോ. ആക്ഷൻ നമ്പർ 2, റൈറ്റ് യുവർ ന്യൂ സ്റ്റോറി.
നിങ്ങളുടെ ജീവിതത്തിന്റെ ഇതുവരെയുള്ള കഥ നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, ഇപ്പം അനുഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞ്. ഇനി അങ്ങോട്ട് നമ്മൾ എഴുതി വെച്ച കഥയാണ് നമ്മളുടെ ജീവിതമാകാൻ പോകുന്നത്. അതിന് ഈ ആഴ്ച ഒരു ദിവസം 1 മണിക്കൂർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് മാറിയിരുന്നിട്ട് 2 പേജ് നിറയെ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്വപ്നതുല്യമായ ജീവിതം, അതൊരു 2 പേജിൽ എഴുതി വെക്കണം. അതിൽ നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച്, നിങ്ങളുടെ പണത്തെക്കുറിച്ച്, നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ വീടിനെ കുറിച്ച്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന കോൺട്രിബ്യൂഷൻ, വാട്ട് എവർ ഇറ്റ് മേ ബി, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേടാൻ പോകുന്ന അപ്പൊ ഇന്ന് ഇത് എഴുതുന്നതിന് മുന്നേ ഉള്ള ലൈഫും ഇത് എഴുതി കഴിഞ്ഞുള്ള ലൈഫും രണ്ടും രണ്ടാ, ബിഫോർ ആൻഡ് ആഫ്റ്റർ. ആ ലൈഫ് സ്റ്റോറി നിങ്ങൾ ഇരുന്ന് എഴുതണം. 2 പേജ് നിറയെ. ക്ലിയർ ആവുന്നുണ്ടോ? എഴുതുമല്ലോ. കാരണം ബ്രെയിന് ഈ പറഞ്ഞ റിട്ടൺ ഫ്യൂച്ചർ ഇത് റിയൽ ആണോ അല്ലയോ എന്നൊന്നും ഇതിന് നമ്മുടെ പാസ്റ്റും ഫ്യൂച്ചറും തമ്മിൽ അത് നടന്നതാണ്, ഇനി നടക്കാം, അതൊന്നും ഈ ബ്രെയിന് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് എഴുതുന്നത് ശ്രദ്ധിച്ചു കേട്ടോണം, ഫ്യൂച്ചർ ടെൻസിലല്ല ഈ സ്റ്റോറി എഴുതേണ്ടത്, പ്രസന്റ് ടെൻസ്. നിങ്ങൾ ഇതൊക്കെ നേടിക്കഴിഞ്ഞിട്ട് ഒരിടത്ത് ഇരുന്ന് എഴുതുന്നതായിട്ട് വേണം അതിൻ്റെ അകത്ത് എഴുതാൻ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ നേടുമെന്നല്ല, നേടിക്കഴിഞ്ഞു ആ ദിവസമായിരിക്കണം നിങ്ങൾ റീക്രിയേറ്റ് ചെയ്തിട്ട് ഇത് എഴുതുന്നത്, ഈ കഥ എഴുതുന്നത്. Are you with me? നമ്മുടെ ടൈം മെഷീനൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇത് മറ്റൊരു വേർഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ വിവിഡ് വിഷൻ. അത് 3 years ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. നിങ്ങളൊരു ടൈം ലൈൻ വെച്ചിട്ട് ആ ദിവസം നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ വീടിന്റെ പാലുകാച്ച ദിവസമായിരിക്കും, നിങ്ങളെല്ലാം നേടി എന്ന് തോന്നുന്ന ആ ദിവസം, അല്ലെങ്കിൽ നിങ്ങളൊരു മില്യണയർ ആകുന്ന ദിവസമായിരിക്കും. എന്താണോ ആ ദിവസം നിങ്ങൾ അതുവരെയുള്ള ഒരു കഥ എഴുതി വെക്കുന്നു എന്ന് മാത്രം ചിന്തിക്കുക. പ്രസന്റ് ടെൻസിലായിരിക്കണം അത് എഴുതുന്നത്. അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് റീഡ് ഇറ്റ് എവറി ഡേ. എല്ലാ ദിവസവും ഇത് വായിക്കുക. ഇത് എടുത്ത് നിങ്ങൾ ജെമിനിയിലോ ചാറ്റ് ജിപിടിയിലോ ഇട്ട് കൊടുത്തിട്ട് നിങ്ങളുടെ പടവും ഇട്ട് കൊടുത്തിട്ട് ഇതിനെ എനിക്കൊരു ഒറ്റ വാൾപേപ്പർ ആക്കി തരാൻ പറയുക. നിങ്ങളുടെ ഹോം സ്ക്രീനിൽ അത് ഇട്ടേക്കുക. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കാണും തോറും, നിങ്ങൾ ഈ പേപ്പർ എടുത്ത് വെച്ച് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കും തോറും നിങ്ങളുടെ ബ്രെയിന് അത് ഭയങ്കര ഒരു കൺവിക്ഷൻ ആണ്. നിങ്ങളുടെ ബ്രെയിൻ വിൽ ബിലീവ് ദാറ്റ് ഈസ് റിയൽ. ഇത് ഇത്രയും ചെയ്തിട്ട് പോയി കിടന്ന് ഉറങ്ങാനല്ല, പണിയും കൂടെ എടുത്താൽ അവിടേക്ക് എത്തും. പണിക്ക് പോകണം കേട്ടോ, അത് ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്, പണിക്ക് പോകണം. സോ ആക്ഷൻ 1, നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്ന 3 ബിലീഫ് ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കുക. അത് ഡെലിബറേറ്റ് ആയിട്ട് മൂടാനുള്ള കാര്യം ചെയ്യുക. 2, നിങ്ങളുടെ ഫ്യൂച്ചർ സ്റ്റോറി പ്രസന്റ് ടെൻസിൽ എഴുതുക. ഇത് 2 ക്ലിയർ ആണേ? ക്ലിയർ. 3ാമത്തെ ആക്ഷൻ നമ്പർ 3 എഴുതിക്കോ. ഇൻസ്റ്റാൾ എ ഡെയിലി ഡിക്ലറേഷൻ സ്റ്റാർട്ടിങ് ഫ്രം നൗ. നിങ്ങളൊരു ഡെയിലി ഡിക്ലറേഷൻ എടുക്കണം. അത് നമ്മളിവിടെ കിങ്സ് ക്ലബിൽ നമ്മൾ പ്ലെഡ്ജ് പറയുന്നില്ലേ, ബീങ് എ കിങ്സ് ക്ലബ് മെമ്പർ ഐ ഷാൾ ഓൾവേസ് ബി കോച്ചബിൾ. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ ആരൊക്കെ ഇത് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടോ, നിങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന ഐഡന്റിറ്റിയിലേക്ക് മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ ബ്രെയിൻ അത് വിശ്വസിച്ച് കഴിഞ്ഞു. ഇവിടെ ചിലരുണ്ട് അത് പറയത്തില്ല, ചിലരുണ്ട് അത് മനസ്സിൽ പറയുന്നവർ, ചിലരുണ്ട് അത് ഉറക്കെ പറയും തോറും നിങ്ങൾക്കുണ്ടാവുന്ന മാറ്റം ഉണ്ടല്ലോ. സോ ഇൻസ്റ്റാൾ എ ഡെയിലി ഡിക്ലറേഷൻ. ആക്ഷൻ നമ്പർ 3, അത് നിങ്ങൾക്ക് വേണ്ട അഫർമേഷൻ നിങ്ങൾ എഴുതി വെക്കണം. അത് ചിലപ്പം ഐ എം എ കോൺഫിഡന്റ് ബിസിനസ് ഓണർ എന്നുള്ളതായിരിക്കാം, ഐ എം എ ഹൈ ടിക്കറ്റ് ക്ലോസർ എന്നുള്ളതായിരിക്കാം, ഐ എം റിച്ച് എന്നുള്ളതായിരിക്കാം, സമ്പത്ത് എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതായിരിക്കാം, ഡു ഇറ്റ് നൗ ആയിരിക്കാം. ഇത് നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫിനെയും കൂടെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. ആൻഡ് സേ ഇറ്റ് ലൗഡ്, നോട്ട് ഇൻ യുവർ ഹെഡ്. തലയ്ക്കകത്തല്ല, ഉറക്കെ പറയണം. നമ്മുടെ ബ്രെയിന് പുറത്തുനിന്ന് അത് കേൾക്കുകയും കൂടെ വേണം. ഒന്ന് ഇവിടെ നമ്മൾ ഉള്ളിൽ ഒരു കാര്യം പറയുമ്പോൾ ചെവി അത് കേൾക്കുന്നില്ല. Are you with me? ഇത് ചെവിക്കകത്തൂടാ കേൾക്കുന്നത്. ഇത് നമ്മൾ തന്നെയാണോ പറഞ്ഞതെന്നൊന്നും ചിന്തിക്കാനുള്ള കഴിവൊന്നും ഈ സാധനത്തിന് ഇല്ല. അതുകൊണ്ട് ഇതങ്ങ് കുറെ കേട്ട് കഴിയുമ്പോൾ ഇതങ്ങ് റിയാലിറ്റി ആകും. ഇതെല്ലാ ദിവസവും രാവിലെ ഈ അഫർമേഷൻ നിങ്ങൾ പറയും. ഇതിന്റെ പേരാണ് അഫർമേഷൻ. എവറി മോർണിംഗ്, ഈവൻ ബിഫോർ യു ലുക്ക് അറ്റ് യുവർ ഫോൺ, ഈ അഫർമേഷൻ നിങ്ങൾ പറയണം.
അത് ഭയങ്കര കോൺഫിഡൻസോട് കൂടിയ ഞാൻ ഇങ്ങനെയാ പറയുന്നത്, ഇങ്ങനെ നിന്നോണ്ടാ പറയാം, ഇങ്ങനെ സേ ഇറ്റ് ലൗഡ്, നോട്ട് ഇൻ യുവർ ഹെഡ്, സേ ഇറ്റ് ലൗഡ്. അത് ജെന്യുവിൻ ആയിട്ട് പറയണം, അല്ലാതെ അതൊരു ഒരു പേരിന് വേണ്ടി അല്ലെങ്കിൽ ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ജെന്യുവിൻ ആയിട്ട് പറയണം. എവറി ഡേ മോർണിംഗ് 30 days മിനിമം. ആക്ഷൻ നമ്പർ 4, ഓരോ മാസവും. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ് ഏതൊക്കെയെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന, ഓഡിറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി നമ്മളൊരു തീരുമാനം എടുക്കണം. റീപ്ലേസ് 1 ലിമിറ്റിംഗ് ബിലീഫ് പെർ മന്ത്. എഴുതിക്കോ, റീപ്ലേസ് 1 ലിമിറ്റിംഗ് ബിലീഫ് പെർ മന്ത്. മാസത്തിൽ ഒരു ലിമിറ്റിംഗ് ബിലീഫ് നമ്മൾ റീപ്ലേസ് ചെയ്യും. എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറയുന്നതിന്, ഇപ്പോ ഇന്നലെ കുറച്ച് പേര് പറഞ്ഞു എനിക്ക് ഹൈ ടിക്കറ്റ് പേടിയാണ്. നിങ്ങൾ ഈ ഒരു മാസം അത് റീപ്ലേസ് ചെയ്യുക. ഐ എം എ ഹൈ ടിക്കറ്റ് ക്ലോസ്, ഐ എം എ ഹൈ ടിക്കറ്റ് ക്ലോസ്. എന്നിട്ട് നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫാണ് ഇന്നലെ നിങ്ങൾ ആ പോളിൽ വന്ന് കാണിച്ചത്. അത് രാജൻ ലക്ഷ്മിയാണ് തുടക്കം ഇട്ടത്. അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ബാക്കിയുള്ള ഒരു ശ്രേതയൊക്കെ അത് കയറി പിടിച്ചിരിക്കുന്ന നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അതാണ് നിങ്ങളുടെ കറന്റ് ബിലീഫ് സിസ്റ്റം. അതിൽ മാറ്റം വരുത്തണം. ഒരു ബിലീഫ് സിസ്റ്റം ഇൻ എ മന്ത്. അത് മാറ്റുമ്പോഴത്തെ ഗുണം എന്താണെന്നറിയോ? 12 മാസം കൊണ്ട് 12 ബിലീഫ് സിസ്റ്റം നമുക്ക് മാറ്റാൻ പറ്റും. എന്താണ് നിങ്ങളുടെ ഇപ്പോഴും നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നത്? അത് യു ഹാവ് ടു റീപ്ലേസ് വിത്ത് എ ന്യൂ ബിലീഫ് സിസ്റ്റം. ആ ലിമിറ്റിംഗ് ബിലീഫ് മാറ്റിയിട്ട് എ ന്യൂ ബിലീഫ് സിസ്റ്റം കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് കൂടുതൽ അതിന് ഈ 1 മാസം സമയം, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം, അതിനെക്കുറിച്ച് കൂടുതൽ എവിഡൻസ് കളക്ട് ചെയ്യണം. എന്തിനെക്കുറിച്ച് നിങ്ങൾക്ക് ഭയമുണ്ടോ ആ ഭയം മാറാനുള്ള ഏറ്റവും എളുപ്പമാർഗം അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ്. കടമാണ് നിങ്ങൾക്ക് ഭയമെങ്കിൽ കടത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. പ്രീമിയം ആണ് നിങ്ങൾക്ക് ഭയമെങ്കിൽ പ്രീമിയം സെല്ലിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക. ഹൈ ടിക്കറ്റ് ആണ് നിങ്ങൾക്ക് ഭയമെങ്കിൽ ഹൈ ടിക്കറ്റിനെ കുറിച്ച് എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ പഠിക്കുക. അത് പഠിക്കും തോറും നമ്മുടെ സ്കില്ല് കൂടും തോറും, അപ്പം എവിടെ നിന്നാണ് ഇത് വരുന്നത്? ഫിസിക്കൽ, ഐഡന്റിക്കൽ, അതുപോലെ എവിഡൻസ്. ആൻഡ് ഓരോ ദിവസവും നിങ്ങൾ പഠിക്കുന്നത് എവിഡൻസ് ആണ്. നിങ്ങളുടെ അത് മാസ്റ്ററി ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് 4ഉം കൂടെ വരുന്ന സമയത്ത് എന്തുണ്ടാകും? ഐഡന്റിറ്റി മാറും. അങ്ങനെ നമുക്ക് ഒരു മാസത്തിൽ ഒരെണ്ണം വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റിയാൽ 1 വർഷം കൊണ്ട് 12 പുതിയ ബിലീഫ്, ഓപ്പറേറ്റിംഗ് ബിലീഫ് സിസ്റ്റം, അതാണ് ന്യൂ ഓപ്പറേറ്റിംഗ് ബിലീഫ്സ് പെർ ഇയർ നമ്മളിലേക്ക് വരും. എങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ഇങ്ങനെ ഒരു 3 വർഷം നമ്മൾക്ക് 36 എക്സിസ്റ്റിംഗ് ബിലീഫിനെ, ലിമിറ്റേഷൻസിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ലൈഫ് വേറെ. എനിക്കിതെങ്ങനെ അറിയാം എന്ന് നിങ്ങൾ ചോദിക്കും. എനിക്കെങ്ങനെ അറിയാം? ഐ ഡിഡ് ഇറ്റ് ഇൻ 2018, 19, 20. 3 വർഷം എൻ്റെ ഉള്ളിൽ 32 വർഷമായി ബിൽഡ് ചെയ്തിരുന്ന 36 ബിലീഫ് സിസ്റ്റത്തെ ഞാൻ മാറ്റി, ഞാൻ റീപ്ലേസ് ചെയ്തു. അതിന്റെ റിസൾട്ടാണ് അനിൽ ബാലചന്ദ്രൻ. അതുകൊണ്ട് തന്നെ 32 വയസ്സിന് മുന്നേ ഉള്ള ഒന്നും എനിക്കിപ്പം പറ്റത്തില്ല. കാരണം ഞാൻ ആ വ്യക്തി അല്ല, അതുമായി എനിക്ക് ഒരു ബന്ധവുമില്ല. ഞാൻ കംപ്ലീറ്റ്ലി പുതിയതായി. എൻ്റെ ഉള്ളിലെ കംപ്ലീറ്റ് ബിലീഫ് സിസ്റ്റത്തെ മാറ്റിയിട്ട് ഒരു പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ഇൻസ്റ്റാൾ ചെയ്തു. ഓരോ മാസം കഴിയുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ ആ വലിയ മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും. പർപ്പസ്ഫുള്ളി, ഇന്റൻഷനലി നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കണം. 1 മാസത്തിൽ 1 ലിമിറ്റിംഗ് ബിലീഫിനെ റീപ്ലേസ് ചെയ്യുക. 1 മാസത്തിൽ ചെയ്യാൻ പറ്റത്തില്ലേ? ചെയ്യുവോ? റെഡി? യെസ്. ആക്ഷൻ നമ്പർ 5, എല്ലാ ദിവസവും 2 മിനിറ്റ്സ് പവർ മൂവ്. 2 മിനിറ്റ്സ്. ഇത് എപ്പോഴൊക്കെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവ് തോന്നുന്നു അപ്പോ ഒന്ന് കൈയെടുത്തേ ഇങ്ങോട്ട് ഒന്ന് അടിച്ചേ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ പവർ മൂവ് എടുത്തോണ്ടിരിക്കണം. അതിന് ശേഷം ഇങ്ങനെ അടിച്ചിട്ട് മാറി പെട്ടെന്ന് എഴുതല്ല. ഇങ്ങോട്ട് നോക്ക്. തോളൊന്ന് പുറകോട്ടാക്കി, നട്ടലൊന്ന് നേരെയാക്കി, ബാക്ക് ഒന്ന് നെഞ്ചൊന്ന് ഉയർത്തിപ്പിടിച്ച്, ചിന്നൊന്ന് അപ്പ് ചെയ്ത്, ചെറിയൊരു സ്മൈൽ. ഓളി ഇത് പ്രാക്ടീസ് ചെയ്യണം ഇന്നോട്ട്. അതാണ് ആക്ഷൻ നമ്പർ 5. റെഡി? ആക്ഷൻ നമ്പർ 6 ശ്രദ്ധിച്ചു കേട്ടോ. 6ാമത്തെ ആക്ഷൻ. ഇന്ന് മുതൽ
നിങ്ങൾ ഇന്നലെ വരെ നടക്കുന്ന സ്പീഡ് എന്താണോ അതിന്റെ 15% സ്പീഡ് കൂട്ടണം. നിങ്ങൾ ഇന്നലെ വരെ നടക്കുന്ന സ്പീഡിന്റെ 15% സ്പീഡ് ഇന്ന് തൊട്ട് നടക്കുന്നതിൽ കൂട്ടണം. അത് എപ്പോഴും ഈ 15% സ്പീഡ് കൂട്ടാൻ ഇന്ന് തൊട്ട് ശ്രമിക്കണം. ഓടിപ്പിടിച്ച് പോവാ അങ്ങനൊന്നുമല്ല. ഇത് നമ്മളുടെ ഓരോ തവണ നമ്മൾ മീറ്റിങ്ങിന് കയറുമ്പോഴും ഓഫീസിലേക്ക് ചെല്ലുമ്പോഴും ഒക്കെ ഈ ഒരു സ്പീഡ് മാറ്റം നമ്മളുടെ ബ്രെയിൻ പെട്ടെന്ന് റീഡ് ചെയ്യും. നമ്മളുടെ നടത്തത്തിന്റെ സ്പീഡ് നമ്മളുടെ ഇന്റേണൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ ആയിട്ട് നമ്മളുടെ ബ്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യും. നമ്മുടെ ബ്രെയിൻ റീഡ്സ് യുവർ വാക്കിംഗ് സ്പീഡ് ആസ് എ സിഗ്നൽ അബൌട്ട് യുവർ ഇന്റേണൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. സോ ഫാസ്റ്റ് ആയിട്ട് പർപ്പസ്ഫുള്ളി നിങ്ങൾ നടക്കുന്നത് ഈ ബ്രെയിന് കിട്ടുന്നത് ഹീസ് എ പേഴ്സൺ വിത്ത് ഡയറക്ഷൻ ആൻഡ് കൺവിക്ഷൻ. ഹീസ് എ പേഴ്സൺ വിത്ത് ഡയറക്ഷൻ ആൻഡ് കൺവിക്ഷൻ. ഇതാണ് ബ്രെയിനിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ. വെൻ യു വാക്ക് സ്പീഡ്, കോൺഫിഡന്റ് ആയിട്ട് ആ ബോഡി പോസ്റ്റർ ഒക്കെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ 15% സ്പീഡ് കൂട്ടുക. നിങ്ങൾ സ്ലോ ആയിട്ട് നടക്കുന്നത് നമ്മളുടെ ബ്രെയിന് കൊടുക്കുന്നത് ഹീസ് എ പേഴ്സൺ വിത്തൗട്ട് എനി എയിം, ലക്ഷ്യങ്ങളൊന്നുമില്ലാത്ത, അർജൻസി ഒന്നുമില്ലാത്ത, പർപ്പസ് ഒന്നും ഇല്ലാത്ത ഒരുത്തൻ. ഇങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ. നമ്മൾ പതുക്കെ നടക്കുമ്പോൾ നമ്മളുടെ ബ്രെയിൻ നമ്മളുടെ നടപ്പിന്റെ സ്പീഡിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഹീസ് എ പേഴ്സൺ വിത്തൗട്ട് എനി അർജൻസി, വിത്തൗട്ട് എനി പർപ്പസ്, വിത്തൗട്ട് എനി എയിം. ഒരു ലക്ഷ്യബോധവും ഇല്ലാത്ത, ഒരു പർപ്പസും ഇല്ലാത്ത, ഒന്നിനും ഒരു കഴമ്പും ഇല്ലാത്ത ഒരുത്തൻ. ഇങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ നമ്മളെ കുറിച്ച് വിചാരിക്കുക. വെൻ യു വാക്ക് സ്ലോ. സോ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എപ്പോഴും നമ്മളുടെ ബ്രെയിൻ ഇങ്ങനെ സിഗ്നൽ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഓരോ നിമിഷവും നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും, നിങ്ങൾ ഉറങ്ങുമ്പോഴും, നിങ്ങൾ ആ കിടക്കുന്ന പൊസിഷൻ പോലും നിങ്ങളുടെ ബ്രെയിൻ ഇങ്ങനെ സിഗ്നൽ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബ്രെയിന് കൊടുക്കുന്ന സിഗ്നൽ എന്ത് എന്ന് ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. ആക്ഷൻ നമ്പർ 7 എഴുതിക്കോ. ഇന്ന് മുതൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്കിഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇടുന്ന ദിവസം, നല്ല അയൺ ചെയ്ത് നല്ല ഫിറ്റ് ആയിട്ടുള്ള, നമുക്ക് കോൺഫിഡൻസ് തരുന്ന, നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇടുന്ന ദിവസം, നിങ്ങൾ കിങ്സ് ക്ലബിന്റെ മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ ആ സ്യൂട്ടൊക്കെ ഇടത്തില്ലേ, അന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു ദിവസം ഓഫീസിലേക്ക് വെൽ ഡ്രസ്ഡ് ആയിട്ട് ഇൻഷർട്ട് ഒക്കെ ചെയ്ത് നിങ്ങൾ ചെന്ന് കയറുന്നു, നല്ല ബ്ലാക്ക് ഷൂ ഒക്കെ ഇട്ട് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട്. അതേപോലെ നിങ്ങൾ അവിടേക്ക് ജീൻസും ടീഷർട്ടും ഇട്ടുകൊണ്ട് ചെല്ലുന്നു, അല്ലെ ഷോർട്ട്സും ടീഷർട്ടും ഇട്ടുകൊണ്ട് ചെല്ലുന്നു. യു ക്യാൻ ഫീൽ ദ ഡിഫറൻസ് ഇൻ കോൺഫിഡൻസ്, റൈറ്റ്? നിങ്ങൾ ഒരു മീറ്റിങ്ങിന് കയറി ചെല്ലുകയാണ്, ഒരു ക്ലയന്റ്, അയാള് ടൈയും സ്യൂട്ടും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മറ്റേ ജഗതി ചേട്ടയില്ല സിനിമയ്ക്കകത്ത് ചെന്നോട്ട് 2 പെൺപിള്ളേരുടെ പടമൊക്കെ ഇട്ട് ടീഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ചെല്ലുക. ഇങ്ങനെ ആയിരിക്കും അവിടെ ചെന്നിരിക്കുക, അങ്ങോട്ട് നോക്കല്ലേ എന്നും പറഞ്ഞു. ആണോ? എന്താ സംഭവം? നിങ്ങളുടെ ഡ്രസ് നിങ്ങളുടെ കോൺഫിഡൻസുമായി വളരെ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് എഴുതിക്കോ ആക്ഷൻ നമ്പർ 7, ഡ്രസ് അറ്റ് ദ ലെവൽ യു ആർ ഗോയിങ് ടു. നിങ്ങൾ എത്തിച്ചേരുമെന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു കഥയില്ലേ, ആ കഥയ്ക്കകത്ത് ആൾ എങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കണം ഇപ്പൊ ഡ്രസ് ചെയ്യുന്നത്. നോട്ട് അറ്റ് ദ ലെവൽ യു ആർ അറ്റ്. ഇന്നത്തെ ലെവലിൽ ആളിന്റെ രീതിയിലല്ല ഡ്രസ് ചെയ്യേണ്ടത്, അന്നത്തെ. സോ ബില്യണയർ ആകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന ഞാൻ ഡ്രസ് ചെയ്യേണ്ടത് ഒരു ബില്യണയറെ പോലെയാ. ബില്യണയർ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഞാൻ താമസിക്കുന്നത് ഒരു ബില്യണേഴ്സ് താമസിക്കുന്ന ഏരിയയിലായിരിക്കണം. സോ ഡ്രസ്സിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ആ ലെവലിലേക്ക് പൊസിഷൻ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ മാർഗമാണ് ഡ്രസ്സിങ്. സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് ഇടാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ നിങ്ങളുടെ ക്ലയന്റ് ലെവൽ എന്താണോ അതിന് ഒരു പടി മുകളിലുള്ള ഡ്രസ്സായിരിക്കണം നിങ്ങൾ ഇടുന്നത്. നമ്മുടെ ക്ലയന്റ് ലെവലിന് ഒരു പടി മുകളിലുള്ളതായിരിക്കണം നമ്മൾ ഇടുന്ന ഡ്രസ്. അത് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മളുടെ ഫിസിക്കൽ പ്രസന്റേഷനും നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ഇന്റൻഷനും ഇത് രണ്ടും കൂടെ അലൈൻഡ് ആകണം. അതിനു വേണ്ടിയിട്ടാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പഴയ ടീംസ് ഉണ്ടല്ലോ, 32 വയസ്സിന്, അവന്മാര് കളിയാക്കും. നമ്മുടെ പഴയ ബിലീഫ് സിസ്റ്റത്തിൽ നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന ചില ആളുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ആ ലിമിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുക. ഇത് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മളുടെ
ഇന്റൻഷൻ എന്തെന്ന് നമ്മളുടെ ബ്രെയിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇത് വേറെ ആർക്കും വേണ്ടിയല്ല, നമുക്ക് വേണ്ടി. അവര് കളിയാക്കുമായിരിക്കും, മറ്റുള്ളവർ കളയും. ലെറ്റ് ദം ഡു their വർക്ക്. കാരണം പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു വെൽ ഡ്രസ്ഡ് ആയിട്ട് വരുന്നതിനെ പ്രീമിയം ആയിട്ട് തന്നെയാണ് ആളുകളുടെ കണ്ണിൽ കാണുന്നത്. നമ്മുടെ ഈ കൂറമാരാ കളിയാക്കുന്നത്, പക്ഷെ മാർക്കറ്റ് നമ്മളെ കാണുന്നത് പ്രീമിയം ആയിട്ടാണ്. അതിനാദ്യം ചെയ്യേണ്ട, ഈ ഡ്രസ്സ് എന്ന് പറയുമ്പം ദയവേത് ഇത് മാത്രമാണെന്ന് വിചാരിക്കരുത്. ആ റൂമും ഓഫീസും നിങ്ങളുടെ വണ്ടിയും ഈ വലിച്ചു വാരിയിട്ടിരിക്കുന്നതൊക്കെ എടുത്ത് ചപ്പിയവറൊക്കെ കളഞ്ഞിട്ട് അവിടെ ഒന്ന് വൃത്തിയാക്കുക. അതാണ് പ്രീമിയത്തിന്റെ ആദ്യ ലക്ഷണം. കാരണം പ്രീമിയം ആളുകൾ, ഹൈ ലെവൽ ആളുകളൊന്നും ഒരു സാധനവും മെസ്സപ്പ് ചെയ്തിടത്തില്ല. അവർക്ക് വൃത്തി എന്ന് പറയുന്നത് അത് അവരുടെ പേഴ്സണാലിറ്റിയാണ്. സോ ആവശ്യമില്ലാതെ വലിച്ചു വാരി അവിടെ ഇട്ട് അങ്ങനെ കിടക്കുന്നിങ്ങനെ. നിങ്ങൾക്കത് ചെയ്യാൻ മടിയാണെങ്കിൽ നിങ്ങൾ ആളിനെ വെച്ച് ചെയ്യിപ്പിക്കുന്നേ, പക്ഷെ ചെയ്യാതിരിക്കരുത്. സോ ആവശ്യമില്ലാത്ത നമ്മളുടെ ഉള്ളിൽ ദാരിദ്ര്യം കൊണ്ടുവന്നിടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞേക്കുക. സോ യു ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ യുവർ പ്രീമിയം ഔട്ട്ഫിറ്റ്. ഒരുപാട് അങ്ങ് മേടിക്കണമെന്നല്ല, ഒരുപാട് പൈസയൊന്നും ആവത്തുമില്ല. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ തുണി മേടിച്ചൊരു നല്ല തയ്യക്കടയെ കൊണ്ട് കൊടുത്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെല്ലാം ഇതിപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ഇത് റെഡിമെയ്ഡ് ഷർട്ടല്ല, ഇത് ഞാൻ തയ്പ്പിക്കുക. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഫിറ്റായിട്ടുള്ളത് കിട്ടുന്നത്. ഞാൻ ഇടുന്ന ഒരു 90% ഞാൻ ഇടുന്ന ഒഫീഷ്യലായിട്ട് ഇടുന്ന എല്ലാം 90 അല്ല 100% ഞാൻ കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. തുണി എടുത്ത് അബ്ബാസ് കൊണ്ടുപോയി തയ്പ്പിച്ച് എനിക്ക് കൊണ്ട് തരുന്നതാണ്. അതുകൊണ്ടാണ് അത്രയും ഫിറ്റ് ആവുന്നത്. ആക്ഷൻ നമ്പർ 8 എഴുതിക്കോ. ഇന്ന് മുതൽ ആരോട് സംസാരിച്ചാലും എന്നെ ഒന്ന് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിയേ. ലുക്ക് അറ്റ് ദെയർ ഐസ്. കണ്ണിൽ നോക്കി സംസാരിക്കാൻ പഠിക്കണം. കണ്ണിൽ. അതാണ് ആക്ഷൻ നമ്പർ 8. ഇത് ഇന്ന് തൊട്ട് പ്രാക്ടീസ് ചെയ്യണം. കണ്ണിൽ നോക്കി സംസാരിക്കുക. ആദ്യം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നും. നിങ്ങൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവരെ അങ്ങനെ നോക്കാൻ പേടിയുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ അവരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഈ കണ്ണിൽ തന്നെ നോക്കിയിരിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയും? ഇവരുടെ ഈ 2 പിരികത്തിന്റെ ഇടയിൽ എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് നോക്കുക. ഇവർ പറയുന്ന ശ്രദ്ധിക്കുകയും കൂടെ വേണേ. ഇതും നോക്കിക്കൊണ്ടിരിക്കരുത്, ഗ്യാപ്പ് നോക്കിക്കൊണ്ട്. അതല്ല ഉദ്ദേശിച്ചത്. ഇത് പിന്നെ വേണമെങ്കിൽ നമുക്ക് പിരികത്തിന്റെ എണ്ണം എടുത്തുകൊണ്ടിരിക്കാം. ഇതൊക്കെ എന്ന് പറയുന്നത് ഐ കോണ്ടാക്ട്. ഈ ഒരു പോർഷനിലേക്ക് കോണ്ടാക്ട് വരണം. അപ്പം ഇതിന്റെ എണ്ണം എടുക്കാം. ഇവരെത്ര ഒരെണ്ണം ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. എന്റെ പൊന്നടവേ അടികിട്ടുന്ന കേസ്. അതുകൊണ്ട് ശ്രദ്ധിച്ചേ ചെയ്യാവൂ. ഓക്കെ, ഞാനീ പറഞ്ഞത് ഈ ഭയം എന്ന് പറയുന്നത് അയ്യോ ഞാൻ കണ്ണി നോക്കുന്നു എന്ന് തോന്നുന്നത് കൊണ്ടാണ്. അതേസമയം ഇത് എണ്ണുന്നതിനാണെങ്കിൽ ആ ഭയം തോന്നത്തില്ല. ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ സാധനം ഒന്ന് മാറ്റി പിടിക്കുക. ഓക്കെ, അത്ര നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ട് വീണ്ടും കണ്ണിലേക്ക് തന്നെ നോക്കുക. കാരണം ഐ കോണ്ടാക്ട് ഇസ് ദ മോസ്റ്റ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് കോൺഫിഡൻസ്. ഒരാളിന്റെ കോൺഫിഡൻസിന്റെ ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ഐ കോണ്ടാക്ട്. ഞാൻ ക്ലാസ്സിലാണെങ്കിൽ ഞാൻ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നില്ല ഞാൻ നിങ്ങളെയാ നോക്കുന്നതെന്ന്. ഭയങ്കര പവറാണ്. 2 കാര്യങ്ങളാണ് ഞാൻ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് എൻ്റെ ടോൺ, 2 എൻ്റെ കണ്ണ്. ടോൺ ആൻഡ് ഐ കോണ്ടാക്ട്. നമ്പർ 9 ഈ ആഴ്ച ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഒക്കെ എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ടോപ്പ് ഒരു 20 കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക. ശ്രദ്ധിച്ചു കേട്ടോ. ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള, നമ്മൾക്ക് എപ്പോഴും ഒരു യുണീക്നെസ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റോ സർവീസോ നമ്മുടെ കയ്യിൽ കാണും. ശ്രദ്ധിച്ചു കേട്ട്. കോൺഫിഡൻസ് കൂട്ടാനുള്ള ഏറ്റവും എളുപ്പമാർഗം ആ ടോപ്പ് 20 കസ്റ്റമേഴ്സിന്റെ അടുത്ത് നേരിട്ട് ചെന്നിട്ട് നിങ്ങളുടെ പ്രൈസ് 20% കൂടി എന്ന് പറയുക, അല്ലെങ്കിൽ കൂട്ടി പറയുക. നിങ്ങളുടെ യുണീക്ക് പ്രൊഡക്റ്റിന്റെ പ്രൈസ് 20% കൂട്ടുക. ആസ് എ ബിസിനസ് ഓണർ ഇത് നിങ്ങൾക്ക് തരുന്ന കോൺഫിഡൻസ് വേറൊന്നിനും തരാൻ പറ്റില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും,
നിങ്ങൾ കോൺഫിഡൻസോട് കൂടി പോയി ആ പ്രൈസ് പറയും. ഇത് പ്രാക്ടീസ് ചെയ്തിട്ടേ പോവുള്ളൂ, പ്രിപ്പയർഡ് ആയിട്ടേ പോവുള്ളൂ, റീസൺ ഉണ്ടാക്കിയിട്ടേ പോവുള്ളൂ. എല്ലാ രീതിയിലും നിങ്ങൾ വരാൻ സാധ്യതയുള്ള ഒബ്ജെക്ഷൻസിന് പ്രിപ്പയർ ചെയ്ത് പോയാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ പ്രിപ്പയർഡ് ആണെങ്കിൽ ഒരു ഒബ്ജെക്ഷൻ പോലും ഇല്ലാതെ കസ്റ്റമർ ആ പേയ്മെന്റ് തന്ന ആ സാധനം മേടിക്കും. കാരണം ഒബ്ജെക്ഷൻ വരുന്നത് നമ്മളിൽ നിന്നാണ്, കസ്റ്റമറിൽ നിന്നല്ല. നമ്മൾ കൊണ്ടുപോയി അവരുടെ വായിലേക്ക് തിരികെ വെക്കുന്നതാണ് ഒബ്ജെക്ഷൻസ്. നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മയിൽ നിന്ന് കസ്റ്റമർ ഉയർത്തുന്നതാണ് ഒബ്ജെക്ഷൻ. നിങ്ങൾ എവിടെങ്കിലും ഇത്രയും ക്ലോസിംഗ് ലൈവായിട്ട് കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരാൾ കിങ്സ് ക്ലബിലേക്ക് വരുന്നതിനോ ഇതിന്റെ അകത്തുനിന്ന് കിങ് മേക്കേഴ്സിലേക്ക് അപ്സെല് ചെയ്യുന്നിടത്തോ ഒരാളെങ്കിലും ഒരു ഒബ്ജെക്ഷൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നോ. കാരണം ഞാൻ അത്ര കൺവിക്ഷനോട് കൂടിയാണ്, അത്ര കോൺഫിഡൻസോട് കൂടിയാണ് എൻ്റെ പ്രൊഡക്റ്റ് പിച്ച് ചെയ്യുന്നത്. എന്താണ് പ്രൊഡക്റ്റ് എന്ന് പോലും ഞാൻ പറയാതെയാണ് ഞാൻ ഇവിടെ ക്ലോസിംഗ് നടത്തുന്നത്. എന്താണ് അതിൻ്റെ അകത്ത് ഞാൻ തരാൻ പോകുന്നത്, അതിന്റെ ഫീച്ചേഴ്സ് എന്തെന്ന് ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരാൾ പോലും എന്നെ റിജക്റ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താ? എനിക്ക് എന്നിൽ സംശയമില്ല. അതുകൊണ്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം ഈ 9 കാര്യങ്ങൾ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈ ടിക്കറ്റ് ക്ലോസിംഗ് ആണ്. എഴുന്നേറ്റ് നിൽക്കണം. ഞാൻ പറയും, നിങ്ങൾ അതിനൊപ്പം ഈ പ്ലെഡ്ജ് പറയണം. ഇത് നമ്മൾ ആസ് എ ബിസിനസ് ഓണർ നമ്മളോട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഒരു പ്ലെഡ്ജ് ആക്കുക. ഞാൻ അതിനെ ഒരു സാമ്പിൾ ഇട്ട് തരുന്നു. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്ലെഡ്ജ് ഉണ്ടാക്കണം. എന്നും നിങ്ങളോട് പറയാൻ, എന്നും നിങ്ങൾക്ക് വായിക്കാൻ, എന്നും നിങ്ങൾക്ക് കാണാൻ, എന്നും നിങ്ങൾ ഉറക്കെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരു പ്ലെഡ്ജ് നമ്മൾ ഉണ്ടാക്കണം. ഐ ആം കമ്മിറ്റഡ് ടു മൈ റിസൾട്ട്സ്. I am committed to my results. I make no excuses. I make no excuses. I take massive action. I take massive action. I do whatever it takes. I do whatever it takes. I strive for excellence. I strive for excellence. I think in abundance. I think in abundance. And I am a high ticket closer. I am a high ticket closer. I am a high ticket closer. Thank you. Take care and love you all. Love you. Love you. Love you.